അനവധിയായ തിരുവചനങ്ങൾ അടിസ്ഥാനപരമായി നിലകൊള്ളുന്നു. എന്നാൽ ആ തിരുവെഴുത്തുകളെ അതിൻ്റെ ക്രമങ്ങളിൽ എടുത്തുകൊണ്ട് നിങ്ങളോടും എന്നോടും എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട വ്യക്തികളോടുമുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ പോകുന്നു. നമ്മുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ എനിക്ക് മുൻപേ ക്രിസ്തീയ ജീവിതത്തിൽ യാത്ര ചെയ്തവർ, തെരുവോരങ്ങളിൽ പ്രസംഗിച്ചവർ, ആദ്യകാലങ്ങളിലൊക്കെ ആത്മീക ആരാധനയ്ക്കും ദൈവവചന സത്യത്തിനും പരിശുദ്ധാത്മാവിനും അഭിഷേകത്തിനും കരിസ്മായിക്കും എന്ന് പറഞ്ഞാൽ ഉണർവുകൾക്കും അതിപ്രാധാന്യത കൊടുത്ത അപ്പച്ചന്മാർ, പിതാക്കന്മാർ അരമുറുക്കിക്കൊണ്ട്, പട്ടിണി കിടന്നുകൊണ്ട്, കഷ്ടത അനുഭവിച്ചുകൊണ്ട്, വിശുദ്ധിയോടെ, വേർപാടോടെ, നിഷ്കളങ്ക മനസാക്ഷിയോടെ തെരുവോരങ്ങളിൽ നിന്നവർ പ്രസംഗിച്ചിരുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്നു, യേശു ക്രിസ്തു നിത്യജീവൻ നൽകുന്നു, യേശു ക്രിസ്തു വേഗം മടങ്ങി വരുന്നു. ഇത് പിതാക്കന്മാർ പ്രസംഗിച്ചിരുന്ന പ്രസംഗ വിഷയങ്ങളാണ്. എനിക്ക് മുൻപേ ഓടിയ യാത്ര ചെയ്ത അപ്പച്ചന്മാർ വിളിച്ചു പറഞ്ഞ വാക്കുകളാണ്. യേശു ക്രിസ്തു ശാപങ്ങളെ അനുഗ്രഹമാക്കുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു നിത്യജീവൻ നൽകുന്നു, യേശു ക്രിസ്തു വേഗം മടങ്ങി വരുന്നു. ഈ പറയപ്പെട്ടതാണ് യഥാർത്ഥമായ സുവിശേഷം എന്നുള്ളത്. പ്രിയരെ, അതിൽ ശാപങ്ങളും അനുഗ്രഹങ്ങളും എന്ന വിഷയത്തിൽ വിശുദ്ധ ബൈബിളിൽ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തുന്നു ദൈവം. കാരണം മറ്റൊന്നിനെയും ദൈവത്തിന് സാക്ഷി നിർത്താൻ കഴിയുകയില്ല. എന്താണ് ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് ശാപങ്ങളെയും ബ്ലെസ്സിങ്സിനെയും കേഴ്സിനെയും കുറിച്ച് ദൈവം പറഞ്ഞത്? കാരണം ഈ ഭൂമിയുള്ള കാലത്തോളം, ആകാശമുള്ള കാലത്തോളം, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്ന കാലത്തോളം ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങളുണ്ട്, ശാപങ്ങളുണ്ട്. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, മരണമുണ്ടെങ്കിൽ ജനനമുണ്ട്. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട്. ഈ ഭൂമിയിൽ നാം കാണുന്ന ഈ പ്രതിഭാസങ്ങൾ, ഈ ഭൂമിയിൽ നാം കാണുന്ന ഈ സത്യങ്ങൾ നമുക്കൊരിക്കലും ഇല്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. നമുക്കൊരിക്കലും അത് വിസ്മരിച്ചു കളയുവാൻ കഴിയുകയില്ല. ഇത് ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, സർവശക്തനാകുന്ന ദൈവം ഭൂമിയെ സാക്ഷി നിർത്തിക്കൊണ്ട്, ആകാശത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ഭൂമിയുടെ ഉൽപ്പത്തിയിൽ, ഈ ഭൂമിയുടെ ആരംഭത്തിൽ, ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും മനുഷ്യനെയും സകല നന്മകളെയും സൃഷ്ടിച്ചതിനാൽ, സകലത്തെയും ഉളവാക്കിയ ദൈവം താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടതിനാൽ സകലത്തെയും ദൈവം അനുഗ്രഹിക്കുവാനിടയായി. വാസ്തവമായും ഈ ഭൂമിയിൽ ശാപം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഉൽപ്പത്തിയെങ്കിൽ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എങ്ങനെയാണ് ഈ ഭൂമി ശപിക്കപ്പെട്ടത്? ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 22 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു. എന്താണ് ദൈവം ചെയ്തത്? ദൈവം ചെയ്തത് നിങ്ങൾ വർദ്ധിച്ചു പെരുകുവീൻ, മൾട്ടിപ്ലൈ ചെയ്യുവാൻ ദൈവം വായു തുറന്നു പറഞ്ഞു. അതെ, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം, മൈ ഗാഡ് is a God of multiplication. Amen. My God is a God of blessings. Amen. എൻ്റെ ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. എൻ്റെ ദൈവം വർദ്ധനവിന്റെ ദൈവമാണ്. സന്ദേശം കേൾക്കുന്ന
ദൈവമക്കളോട് സ്നേഹത്തോടെ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെ വർദ്ധിപ്പിക്കാൻ കഴിയും. സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളെ നിറവാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. പദങ്ങൾ വിട്ടുപോകരുത്. ദൈവം അവയെ അനുഗ്രഹിച്ചു. ഇവിടെ ഈ മെസ്സേജ് ആരംഭിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്ന ഒരു സത്യം, നിങ്ങളെ വർദ്ധിപ്പിക്കുവാനും നിങ്ങളെ അനുഗ്രഹിക്കുവാനും കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് സർവശക്തനാകുന്ന ദൈവം യാവേ, യഹോവ, എൽ ഷഡായ്, എൽ എല്യോനായ്, എലോഹീം, അഡോനായ്. അവന് മാത്രമേ നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ അനുഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും നിങ്ങളുടെ ശാപങ്ങളെ പൊട്ടിക്കുവാൻ കഴിയുകയില്ല. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പലതവണ ഞാൻ ജനങ്ങളെ ഈ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ മെസ്സേജ് മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളവരുണ്ട്. ഈ സന്ദേശങ്ങൾ ചില കാലഘട്ടങ്ങൾക്കൊക്കെ മുൻപ് കേട്ട് വിടുതലുകൾ പ്രാപിച്ചവർ ഇന്നും ഈ ഭൂമിയിൽ ആയുസ്സോടെ ഇരുന്ന് ചിലർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു മനുഷ്യന്റെ ശാപം പൊട്ടിക്കുവാനോ ഒരു മനുഷ്യന്റെ ശാപം മുറിക്കുവാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ ശാപങ്ങളെ തകർക്കുവാനും നിങ്ങളെ അനുഗ്രഹിക്കുവാനും നിന്റെ തകർച്ചയെ ഉയർച്ചയാക്കുവാനും നിന്റെ പരാജയത്തെ വിജയമാക്കുവാനും നിന്റെ തിന്മയെ നന്മയാക്കുവാനും നിന്റെ ശൂന്യതകളെ വർധനവാക്കുവാനും നിന്റെ ഇല്ലായ്മകളെ നിറവുകളാക്കുവാനും ഒരുവന് മാത്രമേ കഴിയൂ. അവന്റെ പേര് എൽ ഷഡായ്. അവൻ സർവശക്തനായ ദൈവമാണ്. പക്ഷെ വാസ്തവമായി ഞാൻ പറയുന്നു, ഈ ഭൂമിയിൽ സർവശക്തനാകുന്ന ദൈവം സകലത്തെയും അനുഗ്രഹിച്ചു. സകലതും പെരുകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇനി 23-ാമത്തെ വാക്യത്തിലേക്ക് വരാം. സന്ധ്യായുഷസുമായി 5-ാം ദിവസം. അടുത്ത വാക്യം, അതതു തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതതു തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം എന്ത് കൽപ്പിച്ചുവോ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. നെക്സ്റ്റ് വേർഡ്, ഇങ്ങനെ ദൈവം അതതു തരം കാട്ടുമൃഗങ്ങളെയും അതതു തരം കന്നുകാലികളെയും അതതു തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. എല്ലാവരും വായ്കൾ തുറന്ന് പറയുമോ, ദൈവത്തിന്റെ പ്രവർത്തികൾ എല്ലാം നല്ലത്. പറഞ്ഞില്ല, മിണ്ടിയില്ല. ദൈവത്തിന്റെ പ്രവർത്തികളെല്ലാം നല്ലത്. ദൈവത്തിന്റെ പ്രവർത്തികളെല്ലാം. മെസ്സേജ് കേൾക്കുന്നവർ, ഞാൻ ആ പറയുന്നതിനോട് എഗ്രി ചെയ്യുന്നവർ, എന്റെ ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം നന്മയായിരിക്കും. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും. ഞാൻ സേവിക്കുന്നത് നല്ലവനായ ദൈവമായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അവൻ നല്ലതേ ചെയ്യുകയുള്ളൂ, എനിക്ക് നല്ലതേ വരികയുള്ളൂ എന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അവൻ സൃഷ്ടിച്ചതെല്ലാം, അവൻ ചെയ്തതെല്ലാം, അവൻ ഉണ്ടാക്കിയതല്ല, അവന്റെ പ്രവർത്തികളെല്ലാം നല്ലത് ആയിരുന്നു. നല്ലത് ആയിരുന്നു. വെരി ഗുഡ് ആയിരുന്നു. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. വെരി ബ്ലെസ്ഡ് ആയിരുന്നു. ഹല്ലേലൂയ. 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. എന്നിട്ട് മനുഷ്യനോട് എന്താ പറഞ്ഞേ? ബ്രദറെ, സിസ്റ്ററെ, നിങ്ങളോട് എന്താ പറഞ്ഞേ? എന്നോടെന്താ പറഞ്ഞേ? അവർ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങൾ മേലും സർവഭൂമിയിൽ മേലും ഭൂമിയിൽ ഇടയുന്ന സകല ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. സകലത്തെയും സൃഷ്ടിച്ച ദൈവം താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നു. തന്റെ സൃഷ്ടികളെല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. താൻ സൃഷ്ടിച്ചതിനെ എല്ലാം താൻ തന്നെ വായി തുറന്ന് അനുഗ്രഹിച്ചു. തീർന്നില്ല. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? എന്തിനു വേണ്ടി എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലാക്കി? സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിൽ ഇടയുന്ന സകല ഇഴജാതിയിന്മേലും സകല ഭൂചര ജന്തുക്കൾ മേലും വാഴ്ച നടത്തുവാൻ, വാഴുവാൻ അവൻ മനുഷ്യനെ ഈ ഭൂമിയിലാക്കി വെച്ചു. വായ് തുറന്ന് പറയുക, വാഴുക, 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 വാഴുക. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടുക, ആയുസ്സോടെ ഇരുന്ന് വാഴുക, നന്മകളെ സ്വായത്തമാക്കുക. ഇതിനായി സകലത്തെയും നയിക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ ആക്കി വെച്ചു. ഇവിടെയെല്ലാം, ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ വായിച്ചത് അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ്. അതിന്റെ
26, 27, 28 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു. കണ്ടോ, ഈ പദങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു, ദൈവം മൃഗങ്ങളെ അനുഗ്രഹിച്ചു, ദൈവം ഭൂചര ജന്തുക്കളെ അനുഗ്രഹിച്ചു, ദൈവം പക്ഷി മൃഗാദികളെ അനുഗ്രഹിച്ചു, ദൈവം വൃക്ഷലതാദികളെ അനുഗ്രഹിച്ചു, ദൈവം ഈ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളെ അനുഗ്രഹിച്ചു. ഏറ്റവും ഒടുവിൽ തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും താൻ സൃഷ്ടിച്ച മനുഷ്യരെയും ദൈവം അനുഗ്രഹിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതികൾ മേലും ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. ഇവിടെയെല്ലാം നമ്മൾ വായിച്ചത്, ഇവിടെയെല്ലാം നമ്മൾ കണ്ടത് ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയൊക്കെയും അനുഗ്രഹിച്ച ദൈവത്തെയാണ്. ഇവിടെ എങ്ങും ശാപത്തിന്റെ ധ്വനികളില്ല, ഇവിടെ എങ്ങും ശാപമെന്നൊരു വാക്കില്ല. ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അനുഗ്രഹങ്ങൾ എന്ന പദം മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ഭൂമി ശപിക്കപ്പെട്ടത്? പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിലെ ദൈവം ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തി ആവർത്തനം 30:19 സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, ജീവനും മരണവും ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെ സാക്ഷി വെക്കുന്നു എന്ന് പറഞ്ഞ ഈ ശാപം എവിടെ നിന്ന് വന്നു? വായിക്കാം നമുക്ക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 29-ാം തിരുവചനം. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. 5-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട്, നമ്മൾ ഇതുവരെ വായിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു റിപ്പോർട്ട്. യഹോവ ശപിച്ച ഭൂമി. ഹല്ലേലൂയ. Because of the ground which the Lord has cursed. ദൈവം ശപിച്ചു കളഞ്ഞ ഭൂമി. എന്ത് കാരണമാണ് ഈ ഭൂമിയിൽ ശാപം വരാനുള്ളതിന്റെ കാരണം? നമുക്കറിയാം, അനുസരണക്കേട്, മനുഷ്യൻ കാണിച്ച വ്യവസ്ഥാലംഘനം, ദൈവത്തോട് കാണിച്ച മറുതലിപ്പ്. ഇതൊക്കെയാണ് അതിന്റെ പ്രധാന കാരണങ്ങൾ ആ ഭാഗങ്ങളിൽ വായിക്കുന്നതെങ്കിലും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ വരുമ്പോൾ കാര്യകാരണം സഹിതം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എപ്പോഴും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. മനുഷ്യന്റെ ദുഷ്ടത വലുതായി. അവനെ ദുഷ്ടനായിട്ടല്ല സൃഷ്ടിച്ചത്, പക്ഷേ മനുഷ്യന്റെ ദുഷ്ടതകൾ പെരുകി. അവന്റെ ഹൃദയത്തിലെ വിചാരങ്ങളും അവന്റെ നിരൂപണങ്ങളും എപ്പോഴും ദോഷമുള്ളതായി എന്ന് യഹോവ കണ്ടു. അതിനാൽ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു, അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉളവാക്കിയ ദൈവം സകലത്തിന്റെ മേലും വാഴുവാൻ, സകല ഭൂചര ജന്തുക്കളെയും ഭൂമിയെയും വാഴുവാൻ അവനെ നിയമിച്ചാക്കിയ ദൈവം അവനെ ഉണ്ടാക്കിയത് കൊണ്ട്, അവനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവത്തിന് ഹൃദയഭാരമായി, ദുഃഖമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ 7-ാമത്തെ വാക്യം ചിന്തിക്കേണ്ട വാക്യമാണ്. താൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇതിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹവ്വയെ നോക്കി ദൈവം പറയുന്നൊരു വാക്കുണ്ട്. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു, മനുഷ്യനോട് പുരുഷനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടനുസരിക്കുകയും തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിമിത്തം മനുഷ്യ, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സൃഷ്ടിച്ച ഭൂമി,
ഞാൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾ, ഞാൻ സൃഷ്ടിച്ച ഭൂചര ജന്തുക്കൾ, ഞാൻ സൃഷ്ടിച്ച പക്ഷികൾ, മൃഗങ്ങൾ, ഈ ഭൂമിയിൽ കാണുന്ന സമസ്ത വിഷയങ്ങളിലും എൻ്റെ അനുഗ്രഹം ഞാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ നീ എന്നോട് കാണിച്ച വ്യവസ്ഥാലംഘനത്താൽ, നിന്നെ ഏൽപ്പിച്ച വിഷയങ്ങളിൽ നീ കാണിച്ച അവിശ്വസ്തതകളാൽ, മറുതലിപ്പുകളാൽ നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഇങ്ങനെയാണ് ശാപം ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ആരംഭത്തിങ്കൽ, ഉൽപ്പത്തിയിങ്കൽ അനുഗ്രഹം മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു സത്യം ഞാൻ വ്യക്തമാക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും വെളിപ്പെടുന്നതുവരെ, കർത്താവിന്റെ മടങ്ങി വരവ് വരെ ഈ ഭൂമിയിൽ ഇത് രണ്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് വെളിപ്പാടിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. യാതൊരു ശാപവും. അതിന്റെ 2-ാമത്തെ വാക്യം നോക്കണം, വെളിപ്പാട് 22-ന്റെ 2-ാമത്തെ തിരുവചനം. നദിക്കിക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്, അതിന് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികൾ രോഗശാന്തിക്ക് ഉതകുന്നു. ആമീൻ. ഇനി യാതൊരു ശാപവും ഉണ്ടാകത്തില്ല. അതെ, കർത്താവിന്റെ മടങ്ങി വരവുവരെ, പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്നത് വരെ ഈ ഭൂമിയിൽ ശാപമുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, മരണമുണ്ട്, ജീവനുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നു. ഇനി ഞാൻ ഈ വിഷയത്തിൽ, ഞാൻ അനുഗ്രഹത്തിന്റെ കീഴിലാണോ, ഞാൻ ശാപത്തിന്റെ കീഴിലാണോ ആയിരിക്കുന്നത്? പലരും ചോദിക്കാറുണ്ട്, ബ്രദറെ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ശാപമുണ്ടോ? എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ശാപമുണ്ടോ? അതെനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ഈ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും ശാപങ്ങളുടെ അനന്തരഫലങ്ങളാണോ? ഏതെങ്കിലും ശാപകാരണങ്ങൾ കൊണ്ടാണോ ഈ വിഷയങ്ങൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എത്ര പേർക്ക് അറിയുവാൻ താല്പര്യമുണ്ട്? നാം ശാപത്തിന്റെ കീഴിലാണോ അനുഗ്രഹങ്ങളുടെ കീഴിലാണോ എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന്? എന്നാൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെട്ടാൽ ആ അനുഗ്രഹം അവൻ അനുഭവിക്കാൻ കഴിയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശാപങ്ങളോ ശാപകാരണങ്ങളോ ഉണ്ടെങ്കിൽ അതും ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ മനുഷ്യായുസ്സിൽ അനുഭവിക്കാൻ കഴിയും. ഇത് രണ്ടും ജീവിതത്തിൽ അനുഭവിക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. അപ്പൊ അനുഗ്രഹം എന്തിനുള്ളതാ? അനുഭവിക്കുവാനുള്ളതാണ്. വായ തുറന്ന് പറയാമോ? എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാനുള്ളതാണ്. എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാനുള്ള. അനുഗ്രഹത്തെ കുറിച്ച് കേട്ടോണ്ടിരിക്കാനുള്ളത് മാത്രമല്ല, അനുഗ്രഹത്തെ കുറിച്ചുള്ള പ്രസംഗങ്ങളുടെ പോയിന്റുകൾ എഴുതിയെടുത്തോണ്ടിരിക്കാനുള്ളത് മാത്രമല്ല, ഞാൻ കേൾക്കുന്ന അനുഗ്രഹത്തിന്റെ വചനങ്ങളും, ഞാൻ കേൾക്കുന്ന അനുഗ്രഹത്തിന്റെ പ്രവചനങ്ങളും, ഞാൻ കേൾക്കുന്ന അനുഗ്രഹത്തിന്റെ ദൈവസത്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഈ ആയുസ്സിൽ എനിക്ക് അനുഭവിക്കുവാനായി ദൈവം നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹങ്ങൾ നാം അനുഭവിച്ച് തീർക്കുന്നത് പോലെ തന്നെയാണ് ശാപങ്ങളും. ശാപം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒന്നാണ്. എത്രയോ കുടുംബങ്ങൾ ശാപത്തിന്റെ കീഴിലാണ്. എത്രയോ കുടുംബങ്ങളിലുള്ളവർ അത് അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. എന്നാൽ അടുത്ത മിനിറ്റുകളിൽ ഞാൻ ചില ശാപകാരണങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് പറയും. 9 വിഷയങ്ങൾ ഞാൻ പഠിപ്പിക്കും. ആ 9 വിഷയങ്ങളിൽ 2 അതിലധികം വിഷയങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, ഏത് ശാപത്തെയും തകർക്കുന്നവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, ഏത് തകർച്ചയെ ഉയർച്ചയാക്കുന്നവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, ഏത് തിന്മയും നന്മയാക്കുന്നവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, ഏത് പരാജിതനെയും വിജയിപ്പിക്കുന്നവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഈ ശാപത്തിന്റെ ലക്ഷണങ്ങളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ചില എക്സാമ്പിൾസ് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 സമർത്ഥരായ വിദ്യാർത്ഥികൾ,
രണ്ടുപേരും പഠിക്കുന്നത് ഒറ്റ ക്ലാസ്സിലാണ്. രണ്ടുപേരെയും പഠിപ്പിക്കുന്നത് ഒരു ക്ലാസ് ടീച്ചർ തന്നെയാണ്. രണ്ടുപേരും പോകുന്നത് ഒരിടത്ത് തന്നെയാണ് ട്യൂഷന് പോകുന്നത്. എന്നാൽ ഒരു വിദ്യാർത്ഥി അവൻ നന്നായി പഠിക്കുകയും പഠിച്ച് മുന്നേറുകയും ചെയ്യുന്നു. എന്നാൽ അവൻ്റെ കൂടെ പഠിക്കുന്നവൻ എന്തെല്ലാം ശ്രമിച്ചിട്ടും അവന് പഠിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അവൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ വേദനയോടുകൂടെ അവൻ്റെ പരിധികളിലും പരിമിതികളിലും ഒക്കെ നിന്നുകൊണ്ട് അവൻ പഠിച്ച് 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 വളരെ പ്രതീക്ഷയോടെ വരുമ്പോൾ എക്സാം അടുക്കുന്ന സമയമാകുമ്പോൾ എവിടുന്നെങ്കിലും ഒരു രോഗം ഇവനെ കയറി പിടിക്കും. എവിടുന്നെങ്കിലും ഒരു പനി, എവിടുന്നെങ്കിലും ഒരു ഡിപ്രഷൻ, എവിടുന്നെങ്കിലും ഒരു നിരാശ, ഒരു ആങ്സൈറ്റി ഇവനെ കയറി പിടിക്കും. ഇവന് വേണ്ടുന്നവണ്ണം ആ എക്സാം പ്രസന്റ് ചെയ്യാൻ കഴിയാതെ ഒന്നിച്ചാണ് പഠിച്ചതെങ്കിലും കൂടെ പഠിച്ചവൻ ഉയർന്ന മാർക്കോടെ പാസ്സാകുമ്പോൾ ഇവൻ പരാജിതനായി പിന്മാറുന്നു. ഒരേ ഓഫീസിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, കാലം നോക്കിയാൽ, സമയം നോക്കിയാൽ, പ്രവർത്തന പരിചയം നോക്കിയാൽ, പ്രവർത്തന ശൈലികൾ നോക്കിയാൽ, ഈ കൂടെ നിൽക്കുന്ന ഈ മനുഷ്യൻ, ഈ വ്യക്തിത്വം, ആ വ്യക്തിത്വം നല്ല ഉയർന്ന പൊസിഷനിൽ പ്രമോഷനോടുകൂടെ ഉയർന്ന ശമ്പളത്തോടുകൂടെ പ്രവേശിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും തനിക്ക് ശേഷം ആ ഓഫീസിൽ വന്നവരും തൻ്റെ കൂടെ ജോലിക്ക് പ്രവേശിച്ചവരും തന്നെ ഓവർടേക്ക് ചെയ്ത് തനിക്ക് മുകളിലൂടെ കയറി പോകുമ്പം എന്നെ ഒക്കെ ചെയ്തിട്ടും ഈ മനുഷ്യന്റെ ഫയല് മാത്രം നീങ്ങാതെ, ഈ മനുഷ്യന്റെ ഫയല് മാത്രം ചലിക്കാതെ താൻ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യം. ഒരേ ദിവസം വിവാഹിതരാകുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. ഇതൊക്കെ കേൾവി മാത്രമല്ല കേട്ടോ. ടിനു പാസ്റ്റർ പറയുന്നതോ അല്ലെ ഒരു ദൈവദാസൻ പറയുന്നതോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക മാത്രമല്ല, ഒന്ന് ചിന്തിക്കുകയും കൂടെ വേണം. നിങ്ങളുടെ ചുറ്റുപാട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കേസുകളൊക്കെ നിങ്ങളും കേൾക്കുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. ഒരേ ദിവസം വിവാഹിതരാകുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, അല്ലെങ്കിൽ ഒരേ സഭയിൽ നിന്ന് വിവാഹം കഴിച്ച രണ്ട് കുഞ്ഞുങ്ങൾ. ഒറ്റ ദൈവദാസനാണ് അവരെ ഉഭയസമ്മതവും ഉടമ്പടിവാദകവും പറഞ്ഞ് വിവാഹം കഴിപ്പിച്ചയച്ചത്. പക്ഷെ ഒരു കുടുംബം തകർച്ചയിലേക്കും പരാജയത്തിലേക്കും തിന്മയിലേക്കും കടന്നു പോകുന്നു, ഡിവോഴ്സിലേക്ക് കടന്നു പോകുന്നു. മറുകുടുംബം നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും കടന്നു പോകുന്നു. ഞാനൊരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. കൊല്ലം ജില്ലയിൽ വളരെ നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മകൻ, ഇവിടെ അടുത്ത് കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത്, അതിൽ കൂടുതൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ, അവൻ പഠിച്ചിരുന്ന ക്ലാസ്സിൽ, അവന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ അവന്റെ 9th സ്റ്റാൻഡേർഡ് വരെ, അല്ല അവന്റെ 10th സ്റ്റാൻഡേർഡിന്റെ ക്രിസ്മസ് എക്സാമിനേഷൻ വരെ ഏറ്റവും ഉയർന്ന മാർക്ക് കൈവരിച്ചൊരു മകൻ. എന്നാൽ അവന്റെ വല്യപ്പച്ചൻ മാനസിക രോഗിയായ ഒരു മനുഷ്യൻ. നടന്ന സംഭവമാണ്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരു വിഷയമാണ്. അവന്റെ വല്യപ്പച്ചൻ മാനസിക രോഗിയായ ഒരു മനുഷ്യനായിരുന്നു, അപ്പന്റെ അപ്പൻ. ഈ മകന്റെ ഉപ്പാപ്പൻ എന്നാ പറയുന്നത്, അപ്പന്റെ അനിയൻ, പുള്ളിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, അതിന്റെ ക്രിസ്മസ് എക്സാം വരെ ഹൈ മാർക്കിലാണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവരെന്തിനാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതെന്ന് അറിയാവോ? ഇവര് പ്രാർത്ഥിക്കാൻ വന്നത്, ഇവര് അങ്ങനെ വിശ്വാസികളൊന്നും അല്ല. ഇവരങ്ങനെ പ്രാർത്ഥിക്കാൻ എങ്ങും പോകാറില്ല. ഇവരുടെ പിതാക്കന്മാരും അപ്പച്ചന്മാരും ഒക്കെ ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കുന്നവരെ വീട്ടിൽ പോലും കയറ്റുകയില്ല. സ്തോത്രം. അതിന്റെ എല്ലാ വീട്ടിലുണ്ടായിരുന്നു. ഇവനെ ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതിന്റെ കാരണം, ഫൈനൽ ഇയർ എക്സാം വന്ന സമയത്ത് 10th സ്റ്റാൻഡേർഡിൽ, അന്ന് SSLC എല്ലാത്തിനും A+ എന്നുള്ള സമയമല്ല, റാങ്ക് ഉള്ള ടൈമാണ്. ഇവനെ ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോ ഇവന്റെ അപ്പനും അമ്മയും പറഞ്ഞത് എന്നാന്നറിയാവോ? മലയാളം പരീക്ഷ കഴിഞ്ഞ്, മലയാളം എക്സാമിനേഷൻ കഴിഞ്ഞ് ഇവന് സമയം കിട്ടിയില്ല പരീക്ഷ അവസാനത്തെ ഒരു എസ്സേ എഴുതാനുള്ള
ടൈം കിട്ടിയില്ല. ഇവനെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന നന്നായി പഠിക്കുന്ന മകനാണ്. പക്ഷെ ഒരു എസ്സേ എഴുതാൻ ഇവൻ വിട്ടുപോയാലും ഇവന് ടൈം കിട്ടിയില്ല, സമയം കിട്ടിയില്ല. ഇവൻ ആ എക്സാമിനേഷൻ കഴിഞ്ഞ്, മലയാളം എക്സാമിനേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നെക്സ്റ്റ് ഡേ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ആണ്. ഇവൻ സാധാരണ നിലയിൽ വീട്ടിൽ വന്നാൽ മുകളിലത്തെ മുറിയിലേക്ക് കയറി പോകും, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴെ ഇറങ്ങി വരും, ചായ ഇട്ട് മേശപ്പുറത്ത് വയ്ക്കും, ആ ചായ കുടിച്ചിട്ട് വീണ്ടും ഇവൻ പഠിക്കാൻ മുറിയിൽ കയറി പോകുന്ന മിടുക്കനായ മകനാണ്. പക്ഷെ അന്ന് മലയാളം എക്സാമിനേഷൻ, ഫൈനൽ എക്സാമിനേഷൻ, 10th SSLCയുടെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഇവൻ താഴോട്ട് ഇറങ്ങി വരാതിരുന്നപ്പോ വൈകിട്ട് അവര് കരുതി കുളിച്ചിട്ട് നാളെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ആയതുകൊണ്ട് അവൻ പഠിക്കുകയായിരിക്കും എന്ന് കരുതി ഈ അമ്മ ഒരു ചായയൊക്കെ ഇട്ട് ഒരു 5:30-6 മണി അടുപ്പിച്ച സന്ധ്യാസമയത്ത് മുറി ചെന്ന് കതകി തട്ടുമ്പോ കതക് തുറക്കുന്നില്ല, അനക്കയില്ല. അപ്പൻ വന്നു, കതകി മുട്ടി, കതക് തുറക്കുന്നില്ല. അവസാനം അയലോക്കക്കാരെ വിളിച്ചു, കതക് ലോക്ക് പൊളിച്ചു. അകത്ത് കയറിയപ്പം ആരെയും കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോ 2 കാല് പാദം കട്ടിലിന്റെ പകുതിയിൽ നിന്ന് പുറത്തു കിടക്കുന്ന കണ്ടു. ആ മകന്റെ കാലിൽ തട്ടി അവന്റെ ഡ്രസ്സിൽ പിടിച്ച് വലിച്ച്, പാൻസിൽ പിടിച്ച് വലിച്ചവര് എടുത്തു, പുറത്തോട്ട് എടുത്തു. അവര് ഭയന്നു പോയി. മരിച്ചിട്ടൊന്നുമില്ല. ആ എക്സാമിനേഷൻ കഴിഞ്ഞ് മുറിയിൽ വന്നപ്പം ഒരു വിഭ്രാന്തി ഉണ്ടായി അവന്, ഒരു വിഭ്രാന്തി. നിങ്ങൾക്കറിയാമോ, അവന്റെ വല്യപ്പൻ ഉണ്ടായിരുന്ന അതേ പ്രശ്നം, അവന്റെ അപ്പന്റെ അനിയൻ ഉണ്ടായിരുന്ന അതേ പ്രശ്നം. ആ എക്സാമിനേഷൻ, മലയാളം എക്സാമിനേഷൻ കഴിഞ്ഞ് അവന് പിടിച്ചിട്ട് തകർന്നുപോയി അപ്പനും അമ്മയും. ഇത് ശാപമോ അനുഗ്രഹമോ? തകർന്നുപോയി ആ കുടുംബം. എനിക്കറിയാം, ആ കുഞ്ഞിനെ പഠിപ്പിച്ച, ആ കുട്ടിയെ പഠിപ്പിച്ചിരുന്ന അധ്യാപികയായ ഒരു സഹോദരി എന്റെ ചർച്ചിലെ മെമ്പറാണ്, കുണ്ട്രയിൽ. ആ ടീച്ചർ ഇവരെ പ്രാർത്ഥിക്കാൻ, ഈ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ ഇവിടെ കൊണ്ടുവന്നപ്പോ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ടിനു ബ്രദറെ, ഞങ്ങൾക്കൊക്കെ എന്തോ പ്രതീക്ഷയായിരുന്നെന്നറിയാവോ ഇവനെ കുറിച്ച്. കൊല്ലം ജില്ലയിൽ ഒരു റാങ്ക് ഹോൾഡർ ആയിരുന്നു ഇവൻ, ഒരു റാങ്ക് ഹോൾഡർ. ജീവിതത്തിൽ ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചതല്ല. മാനസിക വിഭ്രാന്തി അവനെ പിടിപെട്ടു. അടുത്ത ദിവസങ്ങളിലെ ഒറ്റ എക്സാമിനേഷൻ അവൻ എഴുതിയില്ല. സ്കൂളിലെ റാങ്ക് പ്രതീക്ഷിച്ച കുഞ്ഞ് 10ാം ക്ലാസ്സിൽ തോറ്റുപോയതെന്ന് ഓർത്തേ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുണ്ടെന്നറിയോ? കളിയാക്കുന്നവന് കളിയാക്കാം, അനുഭവമില്ല, ജീവിതത്തിൽ യാതൊരു അനുഭവങ്ങളും ഇല്ലാത്തവന് വിമർശിക്കാം. ആയിരങ്ങളുടെ തകർച്ചകളും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ദൈവം വിടുവിച്ച ആയിരങ്ങളുടെ സാക്ഷ്യങ്ങളും കേട്ട ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഏത് പരാജിതനെയും വിടുവിപ്പാൻ കഴിയുന്ന, ഏത് തകർന്നവനെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ അവരുടെ വീട്ടിൽ ഇനി ഇതിനേക്കാൾ വലിയ രസകരമായ ഒരു സംഭവം, ഇവരുടെ വീട്ടിൽ പല വലിയ വലിയ പുള്ളികളുണ്ട് അവരുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട്. അവര് പറഞ്ഞു, ഇനി ഇവിടെ എങ്ങും പ്രാർത്ഥിക്കാനേ പോണ്ട, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എനിക്കറിയില്ല പിന്നത്തെ ചരിത്രങ്ങളൊന്നും. ഞാൻ അവരോട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച നിങ്ങൾ മീറ്റിങ്ങിന് വരണം, ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തണം, അവനെ വചനം കേൾപ്പിക്കണം. എനിക്ക് ആരുടെയും ബന്ധനം പൊട്ടിക്കാനും അറക്കാനും ഒന്നും പറ്റുകയില്ല. അവൻ വചനം കേട്ട്, അവന്റെ അപ്പനും അമ്മയും വചനം കേട്ട്, എത്ര പാരമ്പര്യമായി ബന്ധിക്കപ്പെട്ടവരുടെ കുടുംബമാണേലും വചനത്തിന് പൊട്ടിക്കാൻ കഴിയാത്ത ബന്ധനയില്ല. എന്റെ കർത്താവിന് പൊട്ടിക്കാൻ കഴിയാത്ത ചെങ്ങലകളില്ല. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അടുത്ത ആഴ്ചയൊന്നും പിന്നെ ഞാൻ അവരെ കണ്ടില്ല പ്രിയരെ. അടുത്ത മീറ്റിങ്ങിലൊന്നും പിന്നെ കണ്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ കേട്ടു ആ കുടുംബം വിശ്വാസത്തിലേക്ക് വന്നു എന്നൊക്കെ. എനിക്കറിയില്ല. പക്ഷെ ഈ സംഭവം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ എൻ്റെ മുൻപിലുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ശാപമോ അനുഗ്രഹം? എപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുവാനും കാരണങ്ങളുണ്ട്, മറ്റൊരുത്തൻ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും കാരണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ശാപത്തിന് കാരണങ്ങളുണ്ട്. അതാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം
26-ാം അധ്യായം 2-ാമത്തെ വചനം പറയുന്നത്. പ്രോവർബ്സ് ചാപ്റ്റർ 26 വേർഡ് 2 പ്ലീസ്. കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. അപ്പൊ കാരണം ഉണ്ടെങ്കിലോ? അപ്പൊ ശാപത്തിന് കാരണങ്ങൾ ഇല്ലേ? ശാപകാരണങ്ങളില്ലേ? ഒന്നുകൂടെ വായിച്ചേ. കാരണം കൂടാതെ ശാപം ഫലിക്കയില്ല എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ കാരണങ്ങൾ ഉണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ശാപകാരണങ്ങൾ എന്ത്? അത് മാത്രം ആദ്യം ഒന്ന് പറയാൻ പോവാ. നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു വിടുതൽ വേണമെങ്കിൽ, ഞാൻ പ്രധാനമായും 9 കൂട്ടം കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ അറിയിപ്പാൻ താല്പര്യപ്പെടുന്നു. 9 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ഒന്നും കൂടെ. ഈ പറയപ്പെടുന്ന 9 കൂട്ടം കാര്യങ്ങളിൽ 2 അതിലധികമായോ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധാനത്തിങ്കൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ, പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിക്കാൻ തയ്യാറാകണം. സ്വർഗത്തിലെ ദൈവം ആ ചെങ്ങലകളെ തകർക്കട്ടെ. ചില ശാപകാരണങ്ങൾ എഴുതിക്കോ. ചില ശാപകാരണങ്ങൾ. നമ്പർ 1, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് ശാപകാരണമാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് ശാപകാരണമാണ്. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. എക്സഡസ് ചാപ്റ്റർ 20 വേഴ്സ് 12. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. അത് എഫേസ്യർ 6-ന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. എന്തിനാ? നിനക്ക് നന്മയുണ്ടാകാൻ. എത്ര പേർ ജീവിതത്തിൽ 2 കാര്യങ്ങളെ ഭൂമിയിലുള്ളൂ. ഒന്നുകിൽ നന്മ അല്ലെങ്കിൽ തിന്മ, ഒന്നീ ഇരുട്ട് അല്ലേ വെളിച്ചം, ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിന്റെ 2ന്റെ ഇടയിലൊരു സ്ഥലമില്ല. മകനെ നിനക്ക് നന്മയുണ്ടാകാൻ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ തിന്മ വരാതിരിക്കാൻ. 2, നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാൻ എന്നാ ചെയ്യണ്ടിയേ? നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അതൊരു വാഗ്ദത്തം. പാസ്റ്റർ ക്രിസ്ത്യൻ, പാസ്റ്റർ ജിജി പി മോഹൻ, ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തം. അപ്പനെ അമ്മയും ബഹുമാനിച്ച, അപ്പനെ അമ്മയെ സ്നേഹിച്ച, അപ്പനെ അമ്മയും കരുതുന്നവരായി തീർന്നാൽ ആ ഒരു ഉപദേശിയും നിന്നെ അനുഗ്രഹിക്കണ്ട, ആരും നിന്നെ ഉയർത്തണ്ട. സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നും നിനക്ക് ദീർഘായുസ് തരുമെന്നുമുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നോട്ട് ചെയ്തോണം. ഞാൻ 9 കാര്യങ്ങൾ പറയും. ആ 9 കാര്യത്തിൽ 2 അതിലധികമായ വിഷയങ്ങളിൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ ദുഃഖിപ്പിക്കരുത്. എപ്പോഴും നമ്മുടെ പേരൻസിന്റെ അനുഗ്രഹം, അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അവരെ പരിചരിക്കുവാൻ ദൈവം നിനക്ക് അവസരം തരുമ്പോൾ മനസ്സോടെ നീ അവരെ പരിചരിക്കണം. ഈ ഭൂമിയിൽ നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവിനെയും 9 മാസങ്ങൾ ഉദരഗർഭത്തിൽ നിന്നെ വഹിച്ച് പാലൂട്ടി നിന്നെ വളർത്തിയ, നിന്നെ കൈപിടിച്ച് നടത്തിയ നിന്റെ അമ്മയെയും അവര് പലപ്പോഴും കഴിക്കാതെ നിന്നെ കഴിപ്പിച്ചു. അവർക്കുള്ള പരിധികളിലും പരിമിതികളിലും അവർ നിങ്ങളെ പഠിപ്പിച്ചു. നമ്മുടെ
ഭാഷ പറഞ്ഞ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി. എത്രയോ രാത്രികളിൽ മക്കളെ, നിനക്കൊരു കുഞ്ഞായി കഴിയുമ്പോൾ മനസ്സിലാകും നിന്റെ അപ്പനും അമ്മയും നിനക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ആത്മീയ പുത്രനോട് പറഞ്ഞു, എൻ്റെ ആത്മീയ പുത്രൻ ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് പറയുക, അച്ഛാ ഉറക്കമില്ല അച്ഛാ, രാത്രിയിലെല്ലാം എഴുന്നേറ്റ് കരയുക അച്ഛാ, രാത്രിയെല്ലാം ഞാൻ എഴുന്നേറ്റിരിക്കും അച്ഛാ. കുറച്ച് നേരം ഞാൻ ഉറങ്ങുമ്പം അവൾ എഴുന്നേക്കും, അവൾ എഴുന്നേറ്റ് അവൾ ഉറക്കം ഉളയ്ക്കും, പിന്നെ ഞാൻ ഉറക്കം ഉളയ്ക്കും. രാത്രിയെല്ലാം നാപ്പി മാറണം, കൊച്ചിനെ വീണ് കൊച്ചുകാരെ ഭയങ്കര കരച്ചില്ല. ഞാനപ്പോൾ പറഞ്ഞു, വരുമ്പം ആ മകൻ്റെ അമ്മയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവിടുന്ന് വരുമ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ ഫോണൊക്കെ ചെയ്യണം, കാരണം നിന്നെയും ഇതുപോലെ രാത്രിയിൽ ഉറക്കം ഉളച്ച് കഷ്ടപ്പെട്ട് എത്രയോ രാത്രികളിൽ നമ്മുടെയൊക്കെ അപ്പനമ്മമാർ നമുക്ക് വേണ്ടി ഉറക്കം ഉളച്ചിട്ടുണ്ട്. നിനക്ക് പണമായി കഴിയുമ്പം, നിനക്ക് പ്രതാപമായി കഴിയുമ്പം, നിനക്ക് ഭാര്യയായി കഴിയുമ്പം, നിനക്ക് കുടുംബമായി കഴിയുമ്പം, നിനക്ക് സകലമായി കഴിയുമ്പം, നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ, നിനക്ക് വേണ്ടി ഒരു മനുഷ്യായുസ് മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട നിന്റെ അപ്പനെയും അമ്മയും നീ വേദനിപ്പിക്കരുത്. നിങ്ങൾ എന്നോട് ചോദിച്ചേ, ടിനു ബ്രദറെ, ടിനു പാസ്റ്ററെ, താങ്കൾ ഇത്രയെങ്കിലും അനുഗ്രഹിക്കപ്പെടാനുള്ള എൻ്റെ കാരണം എന്നാ? ഒരു കാരണം ഞാൻ പറയാം. എൻ്റെ മാതാപിതാക്കളെ എനിക്ക് ജീവനാ. എൻ്റെ മാതാപിതാക്കളുള്ള സ്നേഹവും അവരുടെ അനുഗ്രഹവും എനിക്ക് എല്ലാ കാലത്തിനും അനുഗ്രഹം. എനിക്കറിയാം ഞങ്ങളെ വളർത്താൻ ഞങ്ങളുടെ അപ്പനും അമ്മയും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഈ അന്നേരം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഇടപാടുണ്ട് പലർക്കും. പക്ഷെ അവരോട് ഞാൻ പറയാം, അപ്പനെ മാറിയെടുക്കാൻ പറ്റുകയില്ല കേട്ടോ. അന്നേരം കാണുന്നവരൊന്നും അപ്പനാകുകയില്ല, അന്നേരം കാണുന്നവരൊന്നും അമ്മയാകുകയില്ല. അമ്മ അമ്മയാ, അപ്പൻ അപ്പനാ. അവരെ മാറിയെടുക്കാൻ പറ്റുകയില്ല. മകനെ, നിനക്ക് നന്മയുണ്ടാകാൻ, നിനക്ക് ഭൂമിയിൽ ദീർഘായുസോടിരിക്കാൻ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, അവരെ കരുതണം, അവരെ പരിപാലിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ദുഃഖിപ്പിക്കരുത്. ഞാനെപ്പോഴും പറയാറുണ്ട്, ബെന്നിഹിനോ റെയ്നാഡ് ബോങ്കയോ നിന്റെ തലയെ കൈവച്ച് നിന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാളും വലിയ അനുഗ്രഹമാണ് നിന്റെ അപ്പൻ്റെ അമ്മയുടെ ഒരു ബ്ലെസ്സിങ്, അവരുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര്. ഞാനൊരു സംഭവം പറയട്ടെ. എറണാകുളത്ത് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു സംഭവം. ഒരു കർഷക കുടുംബത്തിലെ മകൻ, ഒറ്റ മോനേ ഉള്ളൂ. അപ്പൻ നല്ല കർഷകൻ, അമ്മയും നല്ല വീട്ടുജോലിക്കൊക്കെ പോയി ഈ പയ്യനെ പഠിപ്പിച്ച. അങ്ങനെ ഇവൻ പഠിച്ച് നല്ല പഠിത്തമായി. VHSC അവൻ അഗ്രികൾച്ചർ എടുത്ത്, VHSC അഗ്രികൾച്ചർ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന സമയത്ത് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, VHSC അഗ്രികൾച്ചർ ഒരു കോഴ്സ് ഉണ്ട്. അതൊക്കെ പഠിച്ച് ഇവൻ B.Edഉം BA ഒക്കെ കഴിഞ്ഞ് ഇവൻ PSC ടെസ്റ്റൊക്കെ എഴുതി ഇവൻ നല്ലൊരു അഗ്രികൾച്ചർ ഓഫീസറായി. അങ്ങനെ നല്ലൊരു ഓഫീസറായി കഴിഞ്ഞപ്പോൾ അവന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറായി, സിറ്റിയിലേക്ക് ട്രാൻസ്ഫറായി ഒരു സ്ഥലത്ത്. അവിടെ വെച്ച് നല്ല പണമുള്ള വീട്ടിലെ നല്ല കാശുകാരിയായ ഒരു സഹോദരിയെ അവൻ ഇഷ്ടപ്പെട്ടു, പ്രേമിച്ച് വിവാഹം കഴിച്ചു. അപ്പൻ്റെ അമ്മയുടെ അറിവോട് തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ഈ സഹോദരി ഈ വീട്ടിൽ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ അന്തരീക്ഷവും ഇവക്കെല്ലാം, ഈ സഹോദരിക്ക് എപ്പോഴും ഇവളുടെ വീട്ടിൽ പോയി നിൽക്കണതാണ് ഇഷ്ടം. കാരണം ഇവിടെ കർഷക കുടുംബമാണ്. വാഴക്കൊലകൾ വെട്ടിക്കൊണ്ടു വെക്കുന്നതും തേങ്ങ കൊണ്ടുവന്നിടുന്നതും കുരുമുളക് ഫ്രണ്ടിൽ ഉണക്കാനിട്ടിരിക്കുന്നതും ആട്ടി വെളിച്ചെണ്ണ എടുക്കാൻ കൊപ്ര ഉണക്കാനിട്ടിരിക്കുന്നതും ഒന്നും അത്ര സന്തോഷകരമല്ല. കാർപോർച്ച് മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ, കൊപ്ര കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വലിയ അസ്വസ്ഥത. ഇവളുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പം ഇവർക്കൊരു ആൺകുഞ്ഞിനെ ദൈവം കൊടുത്തു. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോ ഇവൾ പിന്നെ അസ്വസ്ഥയായി. ഈ അപ്പനും അമ്മയ്ക്കും സെപ്പറേറ്റ് പ്ലേറ്റായി, സെപ്പറേറ്റ് മുറി. എന്നിട്ട് വാണിംഗ് ഒക്കെ കൊടുത്തു. എൻ്റെ ഫ്രണ്ട്സ് വരുമ്പം, എനിക്ക് ഫോൺ കോൾ വരുമ്പം, ഡാഡി പപ്പ ഇവിടെ കിടന്ന് വെറുതെ അലിക്കരുത്, ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരരുത്,
മുഷിഞ്ഞ വസ്ത്രം വെളിയിൽ ഇട്ടിട്ടേ അകത്തോട്ട് വരാവൂ എന്നൊക്കെ ഭയങ്കര ഇൻസ്ട്രക്ഷൻസും അവിടുത്തെ വലിയ ആളായി മാറി. ഇനി അടുത്ത സംഭവം കേൾക്കണ്ടേ. ഈ കുഞ്ഞിന്, ഈ മകന് ഏകദേശം 4 വയസ്സ് പ്രായമായി. അപ്പോഴത്തേക്ക് ഈ അപ്പനും അമ്മയ്ക്ക് സെപ്പറേറ്റ് മുറിയും സെപ്പറേറ്റ് പാത്രമൊക്കെ ആയി കേട്ടോ. ആയി. ഈ കൊച്ചിന് 4 വയസ്സ് പ്രായമായപ്പോ, ഈ മകന് 4 വയസ്സ് പ്രായമായപ്പം ഇവര് രണ്ടുപേരും കൂടെ അവിടുത്തുള്ളൊരു മാളിൽ ഷോപ്പിങ്ങിന് പോയി. പകൽ ഈവനിങ്ങോടുകൂടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കറക്കമൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ വാങ്ങി വീട്ടിൽ വരുമ്പം ഇവരുടെ മകനില്ലേ, ഈ 4 വയസ്സുള്ള ചെറുക്കൻ, അവൻ ഈ ഒരു ചിരട്ട, വീട്ടിലെ ചിരട്ടയില്ലേ, ചിരട്ട എടുത്തിട്ട് തുണി കഴുകുന്ന കല്ലിൽ, ഞാൻ പറഞ്ഞില്ല ഒരു കർഷക കുടുംബം അങ്ങനെയൊക്കെയുള്ള സജ്ജീകരണങ്ങളുണ്ട്, തുണി കഴുകുന്ന കല്ലിനകത്ത് ഈ ചിരട്ടയിട്ട് ഇവൻ ഉരയ്ക്കുന്നു, വെള്ളം ഒഴിക്കുന്നു. ചിരട്ടയങ്ങ് നല്ല ഗ്ലേസിങ് ആയി, അതിന്റെ പുറത്തെ ചകിരിയെല്ലാം മാറി നല്ല ബ്രൗൺ കളറായി. ഈ സഹോദരി, ഇവന്റെ അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ഈ വെള്ളത്തിൽ കളിക്കുന്നേ? ഈ അഴുക്കെല്ലാം കൂടിയിട്ട് നീ കഴുകുന്ന എന്തിനാ? കേറകത്ത് എന്ന് പറഞ്ഞപ്പം ഇവൻ ആ ചിരട്ട എടുത്ത് ഈ അമ്മയെ കാണിച്ചിട്ട് പറയാണേ, ഈ വലിയ വീട്ടിലെ അമ്മയെ കാണിച്ചിട്ട് പറയാണേ, ഇത് ഞാൻ വലുതാകുമ്പോഴേ അമ്മയ്ക്ക് ചോറ് തരാനാ, ഇത് ഞാൻ വലുതാകുമ്പോഴേ അമ്മയ്ക്ക് ചോറ് തരാനാ. നീ ആ വല്യപ്പനും വല്യമ്മയ്ക്കും സെപ്പറേറ്റ് പാത്രം സെറ്റ് ചെയ്തില്ലേ, നീ നോട്ട് ചെയ്ത് വെച്ചോ, നിന്റെ കൊച്ചു നിനക്ക് ചിരട്ട ഉണ്ടാക്കുന്നുണ്ട്, നിന്റെ കൊച്ചു നിനക്ക് ചിരട്ട ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്നാണെന്നറിയാവോ? വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യ നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ, നന്മയുണ്ടാകാൻ, ദീർഘായുസ്സുണ്ടാകാൻ, പട്ടിണി കിടക്കാതെ, ഉപവാസം ഒന്നും ഇരിക്കാതെ, 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകം 26 തവണ വായിക്കാതെ ഒരു കുറുക്കോഴി ഞാൻ പറഞ്ഞുതരാം. അപ്പനെയും അമ്മയെ സ്നേഹിച്ചോണം, അവരെ ബഹുമാനിക്കണം, അവരെ കരുതണം, അവർക്ക് വേണ്ടുന്ന കടമകൾ, കർത്തവ്യങ്ങൾ നിർവഹിക്കണം. ഇപ്പൊ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ വന്ന് നിൽക്കുകയല്ലേ, പോകാൻ പറ്റുമെങ്കിൽ അവരെ ഒന്ന് പോയി കാണണം, വിളിക്കാൻ പറ്റുമെങ്കിൽ അവരേക്കൊന്ന് വിളിക്കണം. അത് ശരിയാകത്തില്ല വാസ്ത, എന്നെ അവർക്ക് കണ്ടുകൂടാ, സാരമില്ലെന്നേ, വിളിക്കണം, സ്നേഹിക്കണം. മാനം കൊടുത്താൽ മാനം കിട്ടും, സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. അപ്പനും അമ്മയ്ക്കും ആഹാരം കൊടുക്കാതെയും അവരെ കരുതാതെയും അവരോടുള്ള കടമകളും കർത്തവ്യങ്ങളും ഒക്കെ മറന്നിട്ട് വെറുതെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടോ കൈകൊട്ടിയുണ്ടോ ഒന്നും ഒരു കഥയില്ലെന്നാ എനിക്ക് പറയാനുള്ളത്. എത്ര നാളാ മക്കളെ ഭർത്താവിന്റെ അമ്മ നിന്റെ വീട്ടിലോട്ട് വരുമ്പം സ്നേഹത്തോടെ അകത്തോട്ട് പിടിച്ച് കയറ്റണം. കാരണം നിന്റെ ഭർത്താവല്ല ആദ്യം ഉണ്ടായത്, ഈ അമ്മയുടെ കൊച്ചാത്. അതാദ്യം നീ അറിയണം. ഇത് ആരോടോ ഞാൻ പറയുന്നേ, നിന്റെ പ്രോഡക്റ്റ് അല്ലത്, ആ അമ്മയുടെ പ്രോഡക്റ്റ് അത്. അതുകൊണ്ട് ഇങ്ങനൊരു മോനെ എനിക്ക് എൻ്റെ അമ്മ തന്നല്ലോ, ഇങ്ങനൊരു മോളെ, അങ്ങനെ തിരിച്ചും പറയണം. ഭാര്യയുടെ അമ്മയോടും പറയണം, ഭാര്യയുടെ അപ്പനോടും പറയണം. ആ സ്ത്രീയല്ലേ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നേ, ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നേ, നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന സഹോദര. ആ കുഞ്ഞിനെ സമ്മാനിച്ച, ആ മകളെ സമ്മാനിച്ച മകളുടെ അപ്പനോടും അമ്മയോടും നിനക്കൊരു സ്നേഹം ഉണ്ടാകണം. ആ മോനെ നിനക്ക് തന്ന ആ അമ്മയോടും അപ്പനുണ്ടെങ്കിൽ അപ്പനോടും നിനക്കൊരു സ്നേഹം ഉണ്ടാകണം. എന്നിട്ട് വന്നാൽ മതി തിരുവത്താഴം എടുക്കാൻ. അല്ലാതെ നീ ഇനി 27 അത്താഴം എടുത്താലും നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. അങ്ങനെ ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. തിരുവത്താഴം അല്ല, 27 അത്താഴം എടുത്താലും നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനം. ഇത് വാഗ്ദത്ത, ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗാഡ്, ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗാഡ്. ജീസസ്. രണ്ടാമത് ശാപകാരണങ്ങളിൽ രണ്ടാമത്തെ പോയിന്റ്, സാധുക്കളെ പീഡിപ്പിക്കുന്നത്.
അത് ചിലർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തവനെയും തിരിച്ചൊന്നും പറയാൻ പറ്റാത്തവനെയും ഉപദ്രവിക്കുന്നത്, സാധുക്കളെ പീഡിപ്പിക്കുന്നത് ശാപകാരണമാകും. അത് നിങ്ങൾക്കറിയോ? അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 41 അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എളിയവനെ ആദരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ. ഇംഗ്ലീഷിൽ ബ്ലസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. എളിയവനെ ആദരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അനർത്ഥത്തിൽ യഹോവ അവനെ വിടുവിക്കും. നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുമ്പോഴും കോവിഡിന്റെ ഈ സമയത്തൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പലയിടത്തും പോകുമ്പോഴും വഴിയോരങ്ങളിലുള്ള ഭിക്ഷക്കാർക്കെല്ലാം ആഹാരം വിളമ്പുമ്പോഴും പാവത്തുങ്ങൾക്കെല്ലാം ഫുഡ് കിറ്റ് കൊടുക്കുമ്പോഴും നിവൃത്തിയില്ലാത്തവന് വീട് കെട്ടി കൊടുക്കുമ്പോഴും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ ഈ വചനം കയറി വരും. അപ്പാ, ഒരെളിയവനെ ആദരിക്കാൻ നീ തന്ന അവസരത്തിനായി സ്തോത്രം. എളിയവനെ ആദരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അനർത്ഥത്തിൽ യഹോവ അവനെ വിടുവിക്കും. യേശു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതൊക്കെയും നിങ്ങൾ എനിക്കാകുന്നു ചെയ്തത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടില്ല. ശിഷ്യന്മാർ അവനോട്, റബീ, നിനക്കെപ്പോൾ വിശന്നു? നീ എപ്പോൾ വസ്ത്രമില്ലാത്തവനായിരുന്നു? നിനക്കെപ്പോൾ ദാഹിച്ചു? നീ എപ്പോൾ തടവിലായി? ഞങ്ങളത് അറിഞ്ഞില്ലല്ലോ. യേശു പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. വിശക്കുന്നവന് നീ ആഹാരം കൊടുത്തപ്പോൾ എനിക്കാകുന്നു നീ അത് തന്നത്. വസ്ത്രമില്ലാത്തവനെ നീ ഉടുപ്പിച്ചപ്പോൾ എനിക്കാകുന്നു നീ അത് ചെയ്തത്. ആരോരുമില്ലാത്തവന് നീ അത്താണിയായി തീർന്നപ്പോ എനിക്കാകുന്നു നീ അത് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, എളിയവരെ ആദരിക്കുക. ജാതി നോക്കരുത്, അതിൽ മതം നോക്കരുത്. അതിൽ എനിക്കറിയാം 100 കണക്കിന് സഹോദരിമാരുടെ വിവാഹധന സഹായങ്ങൾ ഇവിടെ കൈമാറി. ഞങ്ങൾ ജാതി മതവും നോക്കിയിട്ടില്ല. ക്രിസ്ത്യാനികളെ ആദരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എളിയവനെ ആദരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. വിശക്കുമ്പം എല്ലാവർക്കും വിശപ്പ് ഒരുപോലെ. പുര ചോർന്ന് പൊട്ടി ഒഴുകുമ്പം ആ വെള്ളത്തുള്ളികൾ ശരീരത്ത് പതിക്കുമ്പോൾ അതിന്റെ ദുരിതം അനുഭവിക്കുന്നതിൽ മതമൊന്നുമില്ല. കഷ്ടതയിലും പ്രതിസന്ധിയിലും വേദനയിലും ഇരിക്കുന്നവന് നീ ഒരു തണലായി മാറട്ടെ. കഴിഞ്ഞ ദിവസം ഇപ്പോഴും നമ്മുടെ ഒരു വീടിന്റെ ചാരിറ്റിയുടെ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഒരു സഹോദരി ആ വീടിന്റെ പണിക്ക് വേണ്ടി ഒരു സാമ്പത്തിക നന്മ തന്നു. എന്നിട്ട് തോമസ് സാറിനോട് പറഞ്ഞത്രേ, ഞാൻ വലിയ പണക്കാരിയൊന്നുമല്ല, എനിക്ക് ഒത്തിരി പൈസയൊന്നുമില്ല തോമസ് സാറേ. ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ മാനേജരോട് പറഞ്ഞതാ, എനിക്ക് തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. പക്ഷെ ഞാൻ നല്ലൊരു വീട്ടിൽ കിടക്കുമ്പം, ചോർന്നൊലിക്കാത്തൊരു പുരയിൽ ഉറങ്ങാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നിരിക്കുമ്പം, ചോർന്നൊലിക്കുന്ന പുരകളിൽ കിടക്കുന്ന ആർക്കെങ്കിലും എൻ്റെ ഈ ജീവിതം കൊണ്ട്, എൻ്റെ ഈ ആരോഗ്യം കൊണ്ട്, അധ്വാനം കൊണ്ട് ഒരു ആശ്വാസമാകാൻ കഴിയുന്നെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. അതേ മോളെ, അതേ മോനെ, എളിയവനെ ആദരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അനർത്ഥത്തിൽ യഹോവ അവനെ വിടുവിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. സാധുക്കളെ പീഡിപ്പിക്കില്ല കേട്ടോ. അശക്തന്മാരെ അടിക്കരുത്. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. നിനക്ക് വലിയ ആരോഗ്യം കാണും, നീ വലിയ തൻ്റെ ഇടി ശക്തനൊക്കെ ആയിരിക്കും. എന്നാൽ നിന്നേക്കാൾ ആരോഗ്യമുള്ളവനെ തൊടുവോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? പോകുകയല്ല ഇവൻ. കള്ളു അടിച്ചിട്ട് വന്നിട്ട് ആരെ എടുത്തിട്ട് അടിക്കുന്നേ? വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന കൊച്ചിനെ, ബംഗാളി പയ്യനെ, അവനാന്ന് എഴുന്നേറ്റ് കിടക്കാൻ മേല, അവനെ എടുത്തിട്ട് അടിക്കുക. അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവനെ. ബംഗാളിലെങ്ങാനും ചെന്നാ നീ ചെയ്യുന്നെങ്കിൽ തന്നെ ആൾക്കാർ വളഞ്ഞിട്ട് അടിച്ചാനെ. ഇവനറിയാൻ തിരിച്ചടിക്കുകയല്ലെന്ന്. കള്ളും കുടിച്ചിട്ട് വന്ന് ആരെ എടുത്തിട്ട് അടിക്കുന്നേ? ഭാര്യയെ. ആ പാവപ്പെട്ട സ്ത്രീക്ക് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പിള്ളേരെയും പഠിപ്പിച്ച് വളർത്തി വേദന അനുഭവിക്കുന്ന സഹോദരിക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്യാൻ പറ്റൂ? എളിയവരെ പീഡിപ്പിക്കുക, എളിയവരെ ഉപദ്രവിക്കുക. നിന്റെ ആരോഗ്യം ബലവും വഴിയോരത്ത് മീൻ കച്ചവടം ചെയ്യുന്ന സഹോദരിയോട് കാണിക്കുക. അവരുടെ കൂടെയും തൊട്ടിയും തട്ടിക്കളയുക. പാവപ്പെട്ടവന്റെ വീട് പൊളിക്കുക.
എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലാത്തവന്റെ വീടിന് നേരെ കല്ലുപറക്കി എറിയുക. തിരിച്ചടിക്കുകയില്ലെന്ന് ഉറപ്പുള്ള ആൾക്കാർ അരികിൽ അവരെ ഉപദ്രവിക്കുക. ദൈവദാസന്മാരെ വേദനിപ്പിക്കുക. തിരിച്ചങ്ങേരൊന്നും പറയേലെന്നറിയാം, അതുകൊണ്ട് മെക്കിട്ട് കയറുക. പക്ഷേ ഇതിനൊക്കെ മറുപടി പറയുന്നത് മനുഷ്യനല്ല. ഞാനൊരു സംഭവം പറയാം. കർത്തൃദാസൻ സാം ചബതുരൈ എന്ന ദൈവദാസൻ 1997 സംഭവിച്ച ഒരു സംഭവം അദ്ദേഹത്തിന്റെ അന്നുള്ള അപ്പം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സാം ചബതുരൈ 1997. ആ സംഭവം എന്നാന്നറിയാവോ? തെങ്കാശിയിൽ, തമിഴ്നാട്ടിൽ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ധനികനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രോപ്പർട്ടീസ് എല്ലാം, അവിടുത്തെ ധനമെല്ലാം, അല്ലെങ്കിൽ അവിടുത്തെ വസ്തുക്കളെല്ലാം ഈ പുള്ളിയുടെയാണ്. 500-600 ഏക്കർ കണക്കിന് വസ്തുക്കൾ ഇദ്ദേഹത്തിന്റെ അധീനതയിലുണ്ട്. ജന്മി, അതെ, അതാണ് അതിന്റെ കറക്റ്റ് പദം, ജന്മി. അവിടുത്തെ ഒരു ജന്മിയായിരുന്നു പുള്ളി. അപ്പൊ ഈ ജന്മിയുടെ കയ്യിൽ നിന്ന് സാധുക്കളായ കൊച്ചു കൊച്ചു കൃഷിക്കാര് വസ്തുക്കള് പാട്ടത്തിനെടുത്തിരിക്കുക. പാട്ടത്തിനെടുക്കുക എന്ന് പറഞ്ഞാൽ എന്നാ വാസേ? റെന്റിന്, ലീസിന്, വാടകയ്ക്ക് എടുത്തിരിക്കുക. വാടകയ്ക്ക് എടുത്തിട്ട് അവരതിൽ കൃഷി ചെയ്തിരിക്കുകയാണ്. ഈ കർത്താവിന്റെ ദാസൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം ഇങ്ങനെയാണ്. ആ ധനികനായ പ്രമാണിയായ ആ പട്ടണത്തെ അടക്കി വാഴുന്ന ഈ ജന്മിയുടെ കയ്യിൽ നിന്നും ഒരു 50 സെന്റ് ഭൂമി കൃഷിക്ക് വേണ്ടി ലീസിനെടുത്ത, പാട്ടത്തിന് വാടകയ്ക്കെടുത്ത ഒരു സാധുവായ മനുഷ്യൻ. അദ്ദേഹത്തിന് കുറച്ച് പശുക്കൾ ഉണ്ടായിരുന്നു. ഈ പശുക്കളെ ഇദ്ദേഹം തൊഴുത്തിൽ കെട്ടിയിട്ട് പകലൊക്കെ വെളിയിൽ കൊണ്ട് കെട്ടും. ആ സമയത്ത് ഇതിലെ ഏതോ ഒരു പശു കയറഴിഞ്ഞ് ഈ ജന്മിയുടെ തൊട്ടപ്പുറത്തുള്ള പുരയുടെ, ഈ ജന്മിയുടെ, ആ ജന്മിയുടെ പുരയിടത്തിലിറങ്ങി ഈ ഇദ്ദേഹത്തിന്റെ പശു അദ്ദേഹത്തിന്റെ വാഴക്കൈകളെല്ലാം ഒടിക്കുകയും വാഴകളെ എന്തോ മറിച്ചിടുകയൊക്കെ ചെയ്തു. കൃഷി നശിപ്പിച്ചു. അതാണ് കറക്റ്റ് വേർഡ്, കൃഷി നശിപ്പിച്ചു. ഇതറിഞ്ഞ ജന്മി എന്നാ ചെയ്തെന്നറിയാവോ? ഈ പശുവിനെ ജന്മി ആൾക്കാരെ വിട്ട് കയറെ വലിച്ചെടുപ്പിച്ച് തൻ്റെ തിരുമുറ്റത്ത് കൊണ്ട് കെട്ടിയിട്ട് അടിക്കുകയാണ്. ഇതറിഞ്ഞ പാടത്ത് പണിയെടുത്തോണ്ടിരുന്ന ഈ മനുഷ്യൻ ഒരു കുട്ടിത്തോർത്ത് കൊടുത്ത് അഴുക്ക് പിടിച്ച ശരീരത്തോടുകൂടെ ജന്മിയുടെ തിരുമുറ്റത്തേക്ക് ഓടിച്ചെന്നു. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, യജമാനെ, യജമാനെ, എന്റെ നാൽക്കാലി ഒന്നും ചെയ്യരുതേ, എനിക്ക് തിരികെ തരണേ. എന്തത് നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കൃഷി ചെയ്ത് അതെല്ലാം യജമാന് തിരികെ തരാവേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം വന്നിങ്ങനെ നിന്നപ്പോ ഇങ്ങാർക്ക് കുറച്ചും കൂടെ പവറായി. ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുകയല്ലേ. അതിനെ പിടിച്ചു കെട്ടി തിരുമുറ്റത്തിടാൻ പറഞ്ഞു. തിരുമുറ്റത്തിട്ടു. സാം ചബതുരൈ എന്ന മനുഷ്യൻ 1997 നടന്ന ഈ സംഭവം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നാൽക്കാലിയെ തിരുമുറ്റത്തിട്ടിട്ട് ഇനി നിന്റെ പശു ഒരു പറമ്പിലും ഇറങ്ങരുത് എന്ന് പറഞ്ഞ് അതിന്റെ കുളമ്പുകൾ, കാലുകൾ ഈ മനുഷ്യൻ മുറിച്ചു കളഞ്ഞു. എന്തു ചെയ്യാം? വലിയ പ്രമാണി, പോലീസുകാരും ആൾക്കാരും എല്ലാം പുള്ളിയുടെ പക്കൽ, 100 കണക്കിന് ഏക്കർ ഭൂമിയുടെ ഉടമ, അദ്ദേഹത്തെ കൊണ്ട് ജീവിക്കുന്നവരാണ് ആ ചുറ്റുപാടുമുള്ള മുഴുവൻ ആൾക്കാരും. ആരുമൊന്നും മിണ്ടിയില്ല. ഈ സാധുവായ മനുഷ്യൻ ആ തിരുമുറ്റത്ത് നിന്നിട്ട് മേളിലോട്ട് നോക്കി, എന്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചു. നിങ്ങൾക്കറിയാവോ, ആകാശങ്ങളെ കീറിമുറിച്ച് ആ വിളി എത്തേണ്ടടുത്തെത്തി. കർത്തൃദാസൻ ഇത് നടന്ന സംഭവം ഈ ദൈവദാസന്റെ പുസ്തകത്തിൽ, അന്നുള്ള അപ്പം എന്ന സാം ചബതുരൈയുടെ പുസ്തകത്തിൽ എഴുതിയിരുന്നതാ. ഈ ജന്മിയുടെ മക്കൾ, ആൺമക്കൾ വിവാഹിതരായി. വർഷങ്ങൾ കഴിഞ്ഞ്, നാളുകൾ കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടായി. മൂത്ത മകന്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ ലേബർ റൂമിൽ നിന്ന് കൊച്ചിനെ എടുത്തോണ്ട് വരുമ്പം കൊച്ചിന് ഒരു കൈപ്പത്തിയില്ല. രണ്ടാമത്തെ മകന്റെ കുഞ്ഞ് ജനിക്കപ്പെട്ടപ്പോൾ അവന്റെ കൊച്ചിന് ഒരു കാൽപാദമില്ല, ജന്മനാവനില്ല. ഇത് ഞാൻ വായിച്ച സംഭവമാണ്, നടന്ന സംഭവമാണ്. ആരുടെയും ഒരു നെടുവീർപ്പ് പോലും
പ്രത്യേകിച്ച് സാധുക്കളുടെ കണ്ണുനീര് മേടിക്കരുത്, വിട്ടുകൊടുത്തേക്കണം. ആരെയും വേദനിപ്പിക്കരുത്, ആരുടെയും പണം പിടിച്ചു പറിക്കരുത്. ഒരുത്തൻ നിന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജോലി ചെയ്തതിന്റെ കൂലിയും കൊടുക്കുക, ഒരു വണ്ടി കൂലിയിടാൻ കൊടുക്കുക. അവന്റെ മനസ്സ് നിറഞ്ഞ് സന്തോഷമായിട്ട് നിന്റെ വീട്ടിൽ നിന്ന് പോട്ടെ. ഒരു മനുഷ്യനെയും വേദനിപ്പിക്കരുത്. പിടിച്ചു പറിച്ച പണം നിന്റെ കയ്യിലുണ്ടെങ്കിൽ, വഞ്ചിച്ച കാശ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കുത്തിന് പിടിച്ചും കൊങ്ങായിക്ക് പിടിച്ചും മേടിച്ചത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും നെടുവീർപ്പിന്റെ പണമോ കാശോ പ്രമാണമോ നിന്റെ പക്കലുണ്ടെങ്കിൽ, നീ അത് അനുഭവിക്കില്ല എന്ന് ഈ പുസ്തകത്തെ സാക്ഷി നിർത്തി എഴുതി തരാം. ഒന്നെങ്കിൽ നീ ശരി, ബൈബിൾ തെറ്റ്, അല്ലെങ്കിൽ ബൈബിൾ ശരി, നീ തെറ്റ്. ഇതിലേതേലും ഒന്നേ ശരിയാവുള്ളൂ. സാധുക്കളെ പീഡിപ്പിക്കരുത്. റോമർ 12:14 ശാപകാരണങ്ങൾ രണ്ടേയാന്നുള്ളൂ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഇതിനാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് പണി തന്നവന് പണി കൊടുക്കാനല്ല. ഞാൻ ദൈവസന്നിധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കർത്താവേ, ജഡത്തിൽ എനിക്കൊന്നും തെളിയിക്കാനില്ല. എന്നെ അറിയുന്ന ഒരു അപ്പായുണ്ട്, എന്നെ അറിയുന്ന ഒരു ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, സഹോദരങ്ങളുണ്ട്, ഞാൻ അടുത്ത് സഹവസിക്കുന്ന സഹപ്രവർത്തകരുണ്ട്. അസൂയാലുക്കളോ അപവാദികളോ അപരിചിതരോ എന്നെ കുറിച്ച് പറയുന്നതല്ല സത്യം. അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സാധുക്കളെ പീഡിപ്പിക്കുന്നത് ശാപ കാരണം ആണ്. 3, തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ ശാപകാരണമാണ്. നോട്ട് ചെയ്തോ, ഞാൻ 9 കാര്യങ്ങൾ ഇന്ന് രാത്രി പറയും. അതിൽ 2 അതിലധികമോ ആയ കാര്യങ്ങൾ നിന്നിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ രക്തത്തിൽ നീ ആശ്രയിക്കണം. തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ പാപമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റാണ് ഭ്രൂണഹത്യ, അബോർഷൻ ചെയ്യുക, അബോർട്ട് ചെയ്ത് കളയുക എന്ന് വെച്ചാൽ മനഃപൂർവ്വം തെറ്റായ ബന്ധത്തിലൂടെ, തെറ്റായ ലൈംഗിക വീഴ്ചകളിലൂടെ കുഞ്ഞ് ജനിച്ചുപോയി, മറയ്ക്കാൻ, ആരും അറിയാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ലാതെ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുന്നു, നീ ചെയ്തത് കുലപാതകമാണ്. കാരണം നീ നശിപ്പിച്ചത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്, ഒരു മനുഷ്യ കുഞ്ഞിനെയാണ്, ഒരു ജീവനെയാണ്. കുലപാതകം അനുഗ്രഹമല്ല, കുലപാതകം ശാപമാണ്. എന്നാ നിങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയാം. തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും പഠിപ്പിക്കുന്നവനായിരിക്കണം ഒരു ദൈവപുരുഷൻ. നിനക്കൊരു ഭർത്താവിരിക്കെ, നിനക്കൊരു ഭാര്യ ഉണ്ടായിരിക്കെ, നീ പരപുരുഷന്മാരെയോ പരസ്ത്രീകളെയോ തെറ്റായ നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നീ കാണിച്ചത് വഞ്ചനയാണ്. അതെങ്ങനെയാ വഞ്ചന? വഞ്ചകനാരാ? അതാദ്യം പറ. സാത്താന്റെ പേരെന്താ? ബൈബിളിൽ പിശാചിന് കൊടുത്തിരിക്കുന്ന, പുതിയ നിയമത്തിൽ പിശാചിന് കൊടുത്തിരിക്കുന്ന പേരുകളിൽ 2 പേര്. 1 കള്ളൻ, പോഷ്ക്ക് പറയുന്നവൻ. 2 വഞ്ചകൻ. വഞ്ചകൻ. സാത്താൻ ആരാണ്? വഞ്ചകൻ. ഞാൻ പറയാറുണ്ട്, മറ്റൊരു പുരുഷന്റെ മണവാട്ടിയെ, മറ്റൊരു പുരുഷന്റെ സ്ത്രീയെ നീ പ്രലോഭിപ്പിച്ച് നിന്റെ വശത്താക്കി നീ തെറ്റായ നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നീ ആരോടൊക്കെ വഞ്ചന കാണിച്ചെന്ന് പറഞ്ഞുതരാം. 1, അവളുടെ മണവാളനോട്, പുരുഷനോട് നീ കാണിച്ച വഞ്ചന. 2, അവൾക്കും ആ പുരുഷനിലൂടെ ഉണ്ടായ കുഞ്ഞുങ്ങളോട് നീ കാണിച്ച വഞ്ചന.
3, അവളുടെ അപ്പനോടും അമ്മയോടും കുടുംബത്തോടും നീ കാണിച്ച വഞ്ചന. 4, അവന്റെ അപ്പനോടും അമ്മയോടും കുടുംബത്തോടും നീ കാണിച്ച വഞ്ചന. 4, നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും നീ കാണിച്ച വഞ്ചന. 5, നിന്റെ ദൈവദാസനോടും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ജനത്തോടും നീ കാണിച്ച വഞ്ചന. അതിലെല്ലാം ഉപരിയായി നിന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയ സർവശക്തനായ ദൈവത്തോട് നീ കാണിച്ച വഞ്ചന. എവിടെയെല്ലാമാ നീ വഞ്ചന കാണിച്ചേ? അത് അനുഗ്രഹം ഉണ്ടാക്കോ ശാപം ഉണ്ടാക്കോ? അതെ, ദൈവം വഞ്ചകനല്ല. ദൈവം ആരെയും ചതിക്കുന്നവനല്ല. ദൈവം ആരെയും കവിളിപ്പിക്കുന്നവനല്ല. ദൈവം ആരെയും തെറ്റായ പ്രലോഭനത്തിലേക്ക് നയിക്കുന്നവനല്ല. അതിന്റെ പിറകിൽ വഞ്ചകനും കള്ളനുമായ സാത്താനാണ്. സകല ശാപത്തിന്റെയും ഉറവിടമായ ശപിക്കപ്പെട്ട പിശാചാണ്. പിശാചാരാണ് ശപിക്കപ്പെട്ടവൻ. അവൻ ശപിക്കപ്പെട്ടവനായതുകൊണ്ടല്ലേ സ്വർഗത്തിൽ നിന്ന് അവനെ ശപിച്ച് വെട്ടി സ്വർഗത്തിലെ ദൈവം ദൂരെ എറിഞ്ഞു കളഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വ്യഭിചാരങ്ങളോ തെറ്റായ ലൈംഗിക ബന്ധങ്ങളോ ഫേസ്ബുക്കിലൂടോ സോഷ്യൽ മീഡിയയിലൂടോ തെറ്റായ ബന്ധങ്ങളിലോ വഴിപിഴച്ച ജീവിതങ്ങളിലോ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, മറ്റാരുടെയെങ്കിലും മണവാട്ടിയോ മണവാളനെയോ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ നീ വശീകരിച്ചിട്ടുണ്ടെങ്കിൽ, നീ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നിൽ വഞ്ചകൻ പ്രവേശിച്ചിട്ടുണ്ട്. അവന്റെ പേര് ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ എന്നാണ്. അവൻ നിന്നെ ഒരിക്കലും അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നവനല്ല. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് അവൻ വരുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. 4 ശാപകാരണങ്ങളിൽ 4ാമത്തെ കാരണം നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കപട ഭക്തിയും കപട പ്രാർത്ഥനയും. നമ്മുടെ വിഷയത്തിലോട്ട് വരുന്നു. കപട ഭക്തിയും കപട പ്രാർത്ഥനയും ശാപകാരണമാണ്. വായിച്ചോ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 25 മുതൽ 36 വരെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! ബ്ലസ്സിങ്സ് എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം? കർത്താവ് വ്യഭിചാരികളെ സ്നേഹിച്ചോ? സ്നേഹിച്ചു. വ്യഭിചാര കുറ്റത്തിൽ എറിഞ്ഞു കൊല്ലാൻ വിധിച്ചവളെ വിടുവിച്ചോ? വിടുവിച്ചു. വ്യഭിചാരിണിയായ സ്ത്രീ തന്റെ കാലിൽ വന്നിരുന്ന് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് കാൽ കഴുകി തലമുടി കൊണ്ട് തുടച്ചപ്പോൾ ക്ഷമിച്ചോ? ക്ഷമിച്ചു. കർത്താവിനെ അനുഗമിക്കാൻ അവളെ അനുവദിച്ചോ? അനുവദിച്ചു. മഗ്ദലക്കാരത്തി മറിയ ഉയർപ്പിന്റെ സാക്ഷിയായോ? ആയി. പക്ഷേ അവൻ ചുങ്കക്കാരെയും പാപികളെ എല്ലാം അക്സെപ്റ്റ് ചെയ്തെങ്കിലും യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കൂട്ടരായിരുന്നു പുറമേ ഈ കപടഭക്തി കാണിക്കുന്ന ആൾക്കാർ. അവരെ നോക്കി കർത്താവ് പറഞ്ഞു, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകം കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. 26-ാം വാക്യം. കുരുടനായ പരീശനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. വായിച്ചോ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു. ഇവരുടെ പ്രത്യേകത പുറമേ ഇവർ നീതിമാന്മാരാണെന്ന് മനുഷ്യരെ തോന്നിപ്പിക്കും. അകമോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. അകം അറിയാവുന്നവനായി പറയുന്നേ, അകം അറിയാവുന്നവനെയായി ആരാധിക്കുന്നേ. യഥാർത്ഥമായി എന്നെ കാണുന്ന ഈ വിശുദ്ധി എന്നാന്നറിയാവും? അതാദ്യം പഠിക്കണം. വിശുദ്ധ ജീവിതം എന്നാന്നറിയാവും? ദൈവഭയം എന്നാന്നറിയാവും? ഈ ദൈവഭയം എന്ന് പറയുന്നത് ഇടിയും കൊല്ലിയാനും മിന്നുമ്പം ദൈവമേ എന്ന് വിളിച്ചതല്ല ദൈവഭയം. മനസ്സിലാകുന്നുണ്ടോ? ഇടിയും കൊല്ലിയാനും മിന്നിയപ്പം ദൈവമേ എന്ന് വിളിച്ചതല്ല ദൈവഭയം.
അല്ലെ എന്തെങ്കിലും രോഗങ്ങളെ കുറിച്ചോ പ്രശ്നങ്ങളെ കുറിച്ചോ കേട്ടപ്പോ കർത്താവേ എന്ന് വിളിച്ചതല്ല ദൈവഭയം. ദൈവഭയം, വിശുദ്ധി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 24 മണിക്കൂറും 365 ദിവസവും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും, രാവിലും സന്ധ്യയിലും രാത്രിയിലും, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എന്നെ കണ്ടോണ്ടിരിക്കുന്ന, എന്നെ കേട്ടോണ്ടിരിക്കുന്ന, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യത്തിൽ ഞാൻ ജീവിക്കുന്ന ജീവിതമാ വിശുദ്ധ ജീവിതം. ഞാൻ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജുകളെ, ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസിനെ, ഞാൻ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ തലയ്ക്ക് മീളിലിരുന്ന് വേറൊരാളോട് ഇത് കാണുന്നുണ്ടെന്നും, ഞാൻ ഒരു കോൺവെർസേഷൻ നടത്തുമ്പം എൻ്റെ തൊട്ടടുത്ത് നിന്ന് ദൈവം ഇത് കേൾക്കുന്നുണ്ടെന്നും, എൻ്റെ സകല ഇടപാടുകളെയും, എൻ്റെ സകല സംസാരങ്ങളെയും, എൻ്റെ സകല പ്രവൃത്തികളെയും കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യത്തിൽ ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നതാണ് വിശുദ്ധ ജീവിതം. ഇതായിരുന്നു ജോസഫ്. പൊത്തീഫറിന്റെ ഭാര്യ തന്നെ പാപം ചെയ്യാൻ പിടിക്കുമ്പോൾ തനിക്ക് വേണേ പാപം ചെയ്യായിരുന്നു, എന്നിട്ട് ന്യായം പറയായിരുന്നു. എന്താ കാരണം? അന്ന് ന്യായപ്രമാണം കിട്ടിയിട്ടില്ല. ജോസഫിന്റെ കാലത്ത് എന്ത് കിട്ടിയിട്ടില്ല? വ്യഭിചാരം ചെയ്യരുത് എന്ന 10 കൽപ്പന കിട്ടിയിട്ടില്ല. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുതെന്ന 10 കമാൻഡ്മെന്റ്സ്, 10 കൽപ്പന ലഭ്യമായിട്ടില്ലെന്ന്. അത് മോശയുടെ കാലത്താ കിട്ടിയേ. അത് മാത്രമല്ല, ആ കൊട്ടാരത്തിൽ ഭറവോ ഒന്നും അവന് നിഷേധിച്ചിട്ടില്ല. ഈ സമയത്താണ് പൊത്തീഫറിന്റെ ഭാര്യ അവനെ പ്രലോഭിപ്പിക്കുന്നേ, അവന്റെ തുണിയെ കയറി പിടിക്കുന്നേ. അവിടെ നിന്ന് അവൻ ഇറങ്ങി ഓടിയിട്ട് അവൻ പറഞ്ഞു എന്നാന്നറിയോ? വേദപുസ്തകത്തിൽ ഇത്ര അധ്യായം ഇത്ര വാക്യം ഉള്ളത് കൊണ്ട് ഞാൻ പാപം ചെയ്യാൻ വരത്തില്ലെന്നല്ല. പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പാപം ചെയ്യരുത്, ഒരു ശുശ്രൂഷയുണ്ടെന്ന്. അതുമല്ല, ഞാൻ നിന്നോടിത് ചെയ്ത് എൻ്റെ ദൈവത്തിന്, എൻ്റെ യഹോവയ്ക്ക് അവൻ്റെ മുൻപാകെ ദോഷം ചെയ്യുവാൻ ഇടവരരുത്. കാരണം എനിക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത്, എനിക്ക് ഉടമ്പടി ഉള്ളത്, എനിക്ക് ബന്ധമുള്ളത് പ്രവാചകനോടും പാസ്റ്ററോടും അല്ല, എന്നെ കാണുന്ന എൻ്റെ ദൈവത്തോടാ. ആരും അറിയാതെ എനിക്കിത് ചെയ്യാം. പക്ഷേ ഇത് അറിയുന്ന ഒരു ദൈവമുണ്ട്, ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ബോധ്യത്തിൽ ഞാൻ ജീവിക്കുന്ന ജീവിത വിശുദ്ധ ജീവിതം. അല്ലാതെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഈ വർഷത്തെ തീം എന്താണ്? ഈ വർഷത്തെ തീം എന്താ? ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷന്റെ തീം വിശുദ്ധി. ഇത് തീമാണോ? ഇത് ലൈഫാ. ഇത് തീമല്ല, ഇത് ലൈഫാ. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു തീമല്ല, ഇതൊരു ലൈഫാ. അതുകൊണ്ട് പ്രിയരെ, ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. കപടഭക്തി വേണ്ട കേട്ടോ. ഉപവാസമാണോ? അല്ല. ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചു. ധൈര്യമായിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പറയണം. ഞാൻ ഈ ഫാസ്റ്റിംഗ് പ്രയറിന് മുമ്പ് ചില ദിവസങ്ങൾ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു. ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റിംഗ് ഇരിക്കും. ഇനി വീട്ടിൽ എന്നാക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, എന്നാക്കെ മണം കയറിയെന്ന് പറഞ്ഞാലും ഞാൻ അതിനകത്തോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഉപവാസം വലിയ അല്ല, കഴിക്കുമ്പോൾ ചൊവ്വയെ കഴിക്കും. ഉപവാസമാണ് ഉപവാസം. ചിലർക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അവരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അവരെവിടെയെങ്കിലും ചെന്നാ അവർക്ക് അവിടുന്ന് കഴിക്കാൻ മേല, അവരെ അത്ര പിടുത്തമല്ല. ഇന്ന് ഫാസ്റ്റിംഗാ. എന്തുവാ? ഇന്ന് ഫാസ്റ്റിംഗാന്ന്. വീട്ടിൽ നല്ല മട്ടൻ ബിരിയാണി ഉണ്ട്, സാലഡ് ഉണ്ട്, എല്ലാ ഫുഡും ഉണ്ട്. നല്ല ഡെസേർട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൃത്യ ഉച്ചയ്ക്ക് 1 മണിയായപ്പം മനസ്സിന് താല്പര്യമില്ലാത്തൊരച്ചായൻ, പണി തന്ന അമ്മാമ്മ, ഇവര് രണ്ടും കൂടെ വീട്ടിൽ വന്നു. 1 മണി സമയത്ത് ചുമ്മാ കാണാൻ വന്ന ഇവര് വാതിലി വരുമ്പോഴേ, ഉച്ച സമയല്ലേ, വാതിലി വരുമ്പോഴേ അമ്മാമ്മ പറയും, ധാരാ ഇത് എന്നാ ഇപ്പോഴാണോ വരുന്നത്? ഞാനേ ഒരു വഴിക്ക് പോകാനായിട്ട്, ഞങ്ങൾ ആനും അച്ചായനോട് ഒരു വഴിക്ക് പോകാനായിട്ട് റെഡി ആകുമായിരുന്നു. ആ വഴി ഏതാന്ന് ഈശോ മശിഹായിക്ക് പോലും അറിയത്തില്ല ആ വഴി ഏതാന്ന്. അങ്ങനെ ഒരു വഴിയേ ഇല്ല. എന്ത് കള്ളവും പറയും, എന്ത് കപടഭക്തിയും കാണിക്കും, എന്ത് അഭിനയവും നടത്തും. തമ്പുരാൻ അത് വെറുക്കുന്നു. ഇവരുടെ അകം കപടഭക്തി മാത്രമോ നിറഞ്ഞിരിക്കുന്നു.
പുറമേ ചിരിച്ച് കാണിച്ചില്ലെങ്കിലും കപട ചിരി ചിരിക്കരുത്. സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ. നിർവ്യാജ്യായിരിക്കട്ടെ. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെപ്പോഴും ആ നിലകളിലായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത്. മക്കളെ, ഒന്നേ കൈയടിച്ചോളൂ. എന്നെ നോക്കി ഇത് ഏറ്റെടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവദാസനെ, ഒന്നേ കൈ അടിച്ചോളൂ. ആരെയും കാണിക്കാനല്ല നീ കൈയടിക്കുന്നേ, ദൈവം കാണാനാ. ഒരു പാസ്റ്ററേയും കാണിക്കാൻ ഭയങ്കര ശാപം അത് കേട്ടോ. ദൈവദാസന്മാരെ കാണിക്കാനും പ്രസാദിപ്പിക്കാനും പാസ്റ്റർ അങ്ങോട്ട് നോക്കുമ്പോഴത്തേന് ഭയങ്കര ശാപം അത്. സ്തോത്രം. എനിക്ക് കാണാനും മേല. എല്ലാവരും ഉണ്ടോ ഇത്? ചെയ്യരുത്. കപടഭക്തി, കപട പ്രാർത്ഥന ദൈവം വെറുക്കുന്നു, ദൈവത്തിന് ഇഷ്ടമല്ല. അഞ്ചാമത്തെ വിഷയം. ഒന്നേ പാടിയോളോ, ചൊവ്വേ പാടിക്കോ. ഒന്നേ കൈയടിച്ചോളോ, നന്നായിട്ട് കൈയടിച്ചോ. ഒന്നേ ആരാധിച്ചോളോ, ദൈവമുഖത്ത് നോക്കി ആരാധിക്കുക. ഒറ്റ ദിവസം ഉപവസിച്ചോളോ, ചൊവ്വേ ഉപവസിക്കുക. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യരുത്. നിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കട്ടെ. യഹോവ ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചെന്ന് ഒന്നുകൂടെ പറയാമോ? യഹോവ ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ആരാധന നോക്കുന്നതിനും, ശ്രദ്ധിച്ചേ, ദൈവം ആരാധന സ്വീകരിക്കുന്നതിന് മുമ്പ് ദൈവം നോക്കിയത് ആരാധിക്കുന്നത് ആരാന്ന്. ഒന്നുകൂടെ പറയാം, മനസ്സിലായാലും ഒന്നുകൂടെ പറയാം. ദൈവം നിങ്ങളുടെ പാട്ട് സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ പാടുന്നത് ആരാന്ന് ദൈവം നോക്കും. അല്ല ഒരു പാട്ട് കേൾക്കുന്നെന്ന് പറഞ്ഞാൽ പാട്ടിനകത്ത് ദൈവം സന്തോഷമല്ല. ഈ പാടുന്നവൻ ആരാന്നൂടെ ദൈവം നോക്കും. അവന്റെ ഹൃദയം കൂടെ നോക്കും. പാടുന്നവനിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ പാട്ടിൽ പ്രസാദിക്കൂ. യാഗം കഴിക്കുന്നവനിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടെങ്കിലേ യാഗം പ്രസാദകരമാകൂ. അതുകൊണ്ട് ദൈവസന്നിധാനത്തിൽ നാലാമത്തെ വിഷയം കപടഭക്തി, കപട പ്രാർത്ഥന ശാപകാരണം. അഞ്ചാമത്തെ വിഷയം മോഷണം. ശാപകാരണമാണ് മോഷണം. ശാപകാരണമാണ്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ മുതൽ മോഷ്ടിക്കുന്നത് ശാപകാരണമാണ്. മോഷണം എന്തു തന്നെയാണെങ്കിലും ശാപമാണ് കേട്ടോ. എന്തു തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് ദൈവത്തിന്റെ മുതൽ മോഷ്ടിക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്നാന്ന്? വായിച്ചോ, മലാക്കിയുടെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ വായിക്കാം. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? ദശാംശം എന്ന് പറയുന്നത് ദൈവത്തിന് അർപ്പിക്കേണ്ട ഒന്നാണ്. 1000 രൂപ ദൈവം തരുമ്പോൾ പഴയ നിയമപ്രകാരം 100 രൂപ മാറ്റിവെക്കണം. പുതിയ നിയമത്തിൽ ഓഹരിയും കൂടാ, അതിൽ കൂടുതൽ മാറ്റിവെക്കണം. കാരണം നമുക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്ന ദൈവത്തെ, യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ ആദിഫലം കൊണ്ടും നീ ബഹുമാനിക്കുകയാണ്. ആകാശത്തിലെ കിളിവാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട് സ്ഥലം പോരാതെ വരുവോളം സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയണമെങ്കിൽ, നിന്റെ ദാരിദ്ര്യം മാറണമെങ്കിൽ, അതിന്റെ 11-12 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ നിന്റെ വെട്ടിക്കിളിയെ ശാസിക്കും, നിന്റെ നിലത്തിലെ അനുഭവം ഞാൻ നശിപ്പിച്ചു കളയില്ല, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. ആരുടെ വെട്ടിക്കിളിയാ ശാസിക്കുന്നേ? ആരുടെ പറമ്പിലെ ഫലമാ പൂർണ്ണതയിൽ വരുന്നേ? ആരുടെ മുന്തിരിവള്ളിയാ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകാതിരിക്കുന്നത്? ദശാംശം ദൈവത്തിനുള്ളത് ദൈവത്തിന് സമർപ്പിക്കുന്ന ദൈവ പൈതലിൻ്റെത്. ദശാംശം കൊടുക്കാതിരിക്കുന്നത് ശാപകാരണമാണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ്, ദൈവത്തിന്റെ മുതൽ മോഷ്ടിച്ചാൽ അത് ശാപമാണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ്, അവർ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുകയില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലുണ്ട്.
അനന്യാസിന്റെയും സഫീറയുടെയും ചരിത്രം. അവരൊരു വസ്തു വിറ്റു. ആ വസ്തു വിറ്റ സാഹചര്യത്തിൽ അവരത് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കേണ്ടത്, അപ്പോസ്തലന്റെ കാൽക്കൽ കൊണ്ടുവെക്കേണ്ടത്, അത് മാറ്റിവെക്കാതെ ഭാര്യയുടെ ഒത്താശയോടുകൂടെ ഭർത്താവ് എടുത്ത് വേറെ ചെലവഴിച്ചു. രണ്ടുപേരും ആരാധനയ്ക്ക് സഭായോഗത്തിന് കടന്നു വരുമ്പം പത്രോസ് ചോദിച്ചു, നിങ്ങൾ എത്രനാ വസ്തു വിറ്റത്? ഇത്രനല്ലയോ? പക്ഷെ എത്രയാ കൊണ്ടുവന്നേ? നിങ്ങൾ അതിൽ വ്യാജം കാണിച്ചല്ലേ? അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ന്. അപ്പൊ അതിന്റെ പിറകിൽ പ്രവർത്തിച്ചതാരാ? സാത്താൻ. ദശാംശം കൊടുക്കരുതെന്ന് അമ്മാമയാ പറഞ്ഞെങ്കിൽ അമ്മാമ ആരാ? അമ്മാമയെ ഉപയോഗിച്ച ആരാ? സാത്താന്. സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതല്ലയോ? വിറ്റ ദേശം നിന്റെ കൈവശമല്ലായിരുന്നോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല, നീ വ്യാജം കാണിച്ചത് ദൈവത്തോടത്രേ. എന്താ അവർക്ക് സംഭവിച്ചത്? രണ്ടുപേരും അവിടെ വീണ് മരിച്ചു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 5 എഴുതിയിരിക്കുന്നത്. ഇതൊരു സംഭവമാണ്. ദേശത്തെല്ലാം ഭീതി ജനിപ്പിച്ച ഒരു സംഭവം അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ. ഒരിക്കലും ദൈവത്തിന്റെ മുതലെടുത്ത് ഉപയോഗിക്കരുത്, വിത്തെടുത്ത് ഭക്ഷിക്കരുത്, വിത്ത് വിതയ്ക്കുക. കർത്താവിനോട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന തന്നെ എന്നാണെന്നറിയോ? ദൈവമേ, വിതയ്ക്കാനുള്ള വിത്ത് താ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ദശാംശം കൊടുക്കാൻ നന്മതാ കർത്താവേ, വിതയ്ക്കാനുള്ള വിത്ത് താ എന്ന് പറയണം. അത് വർധനവ് കൊണ്ടുവരും, അത് ഹാർവസ്റ്റ് കൊണ്ടുവരും. ദൈവത്തിന് മുതൽ മോഷ്ടിക്കരുത്. എല്ലാത്തിനും ദശാംശം കൊടുത്തോണം കേട്ടോ. സമയത്തിന് ഡയറ്റ് ഉണ്ട്. 24 മണിക്കൂർ ദൈവം നിങ്ങൾക്ക് തരുമ്പോ അതിൽ 2.5 മണിക്കൂർ ദൈവത്തിനുള്ളതാ. ഡയറ്റ് നോക്കിയ, ദശാംശം നോക്കിയ 2.5 മിനിറ്റ് എങ്കിലും കൊടുക്കുന്നവർക്ക് ആയി സ്തോത്രം. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ ദശാംശം കൊടുക്കണം. നിങ്ങളുടെ സമ്പത്തിന് നിങ്ങൾ ദശാംശം കൊടുക്കണം. നീ എല്ലാത്തിലും ഉപരിയായിട്ട് പറയട്ടെ, ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, താല്പര്യമുണ്ട് ചെയ്തത്. കർത്താവ് നിങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചിനെ, നല്ല സൗന്ദര്യമുള്ള, ഉള്ളതിൽ ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള കുഞ്ഞിനെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം. സമർപ്പിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്നാണെന്നറിയാം? മൂത്തവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവനെ നമുക്ക് ഡോക്ടറാക്കണം. ഇളയവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഇവനെ സിവിൽ സർവീസിന് വിടണം, പഠിപ്പിച്ചവനെ IAS കാരനാക്കണം. ഇടയ്ക്കത്തവനാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. 100 തവണ പഠിപ്പിച്ചു കൊടുത്താലും ഓൺലൈൻ ക്ലാസ്സിന് മുഴുവൻ ഇരുന്ന് GB നെറ്റും തീരുന്ന അല്ലാതെ ജിയോ കമ്പനിയെ ഇവൻ രക്ഷപ്പെടുത്തുക. ഇവന്റെ നെറ്റ് തീരുന്ന അല്ലാതെ യാതൊരു കാര്യവും പഠിക്കുന്നില്ല. ഉടനെ കർത്താവേ, എൻ്റെ കുഞ്ഞിനെ ഞാൻ നിന്റെ വേലയ്ക്കായി സമർപ്പിക്കുന്നു. പഠിക്കുകയില്ല, അനുസരിക്കുകയില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും. ആ കുഞ്ഞിനെ ആർക്ക് കൊടുത്തിരിക്കുന്നു? ദൈവത്തിന് കൊടുത്തിരിക്കുന്നു. കൈയൊന്നും വെക്കണ്ട, ഇത് സത്യമായി പറഞ്ഞു. പക്ഷെ അതിനകത്തും അത്ഭുതം നടക്കും. അതറിയാം നിങ്ങൾക്ക്? അതിനകത്തും അത്ഭുതം നടക്കും. ഏറ്റവും മണ്ടനാ മടയനാ എന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ ആയിരിക്കും ദൈവവേലയ്ക്ക് കൊടുക്കുന്നത്. അവനെ കർത്താവ് കയ്യിലെടുത്താ ഉണ്ടല്ലോ, നിന്റെ മിടുക്കം പിള്ളേരെക്കാളെല്ലാം മിടുക്കനായിട്ട് അവനങ്ങ് മാറും. അതുകൊണ്ട് ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. അതുകൊണ്ട് ദൈവം തന്ന നന്മകളൊന്നും മോഷ്ടിക്കരുത്. ആരുടെയും മുതൽ മോഷ്ടിക്കരുത്. നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണോ? ഒരു പേപ്പർ പോലും ഇവിടെ നിന്ന് മോഷ്ടിക്കരുത്. ചോദിക്കണം. ചിലപ്പോഴൊക്കെ എന്നോട് ചോദിക്കും, ഞാൻ ഈ ജിജി പാസ്റ്ററോടും അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുന്നവരോട് പറയും, സാറേ ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്തോട്ടെ. അയ്യോ, അതെന്തിനാ പാസ്റ്റർ ചോദിക്കുന്നേ? ചോദിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ ഭാര്യ വീട്ടിൽ ഞാൻ ചെന്നാൽ ഇതൊക്കെ ഉള്ള കാര്യമൊക്കെ പറയാ. അവിടെ മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, ഇതിലൊരു മാസ്ക് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കും. ചോദിക്കാതെ എടുക്കില്ല. സാറേ, ഇതിനകത്ത് A4 സൈസിന്റെ പേപ്പർ ഇരിപ്പുണ്ടോ? 2 പേപ്പർ ഞാൻ എടുത്തോട്ടെ. എൻ്റെ ഓഫീസാണ്, ഞാനിരിക്കുന്ന സ്ഥലം, പക്ഷെ ചർച്ചിൻ്റെയാ. ആ പേപ്പർ എൻ്റെ അല്ല, അത് ചർച്ചിൻ്റെയാ. ഞാൻ ചോദിച്ചിട്ടേ ആ പേപ്പർ എടുക്കുള്ളൂ. ഒന്നും മോഷ്ടിക്കരുത്. മോഷണം ശാപമാണ്. മറ്റുള്ളവരെ ചതിച്ചും മോഷ്ടിച്ചും
കൈക്കലാക്കി എന്തെങ്കിലും കൈവശിരിപ്പുണ്ടെങ്കിൽ സക്കായിയെ പോലും ഇന്ന് രാത്രി പറയണം, കർത്താവേ, ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ചതിവായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം 4 മടങ്ങ് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. പാടില്ല, പാടില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. 6ാമത്തെ വിഷയം പെട്ടെന്ന് നോട്ട് ചെയ്തു. 6ാമത്തെ വിഷയം, അബ്രഹാമിന്റെ മക്കളെ ശപിക്കുന്നതും അബ്രഹാമിന്റെ സന്തതികൾക്ക് വിരോധമായി സംസാരിക്കുന്നതും ശാപകാരണമാണ്. അബ്രഹാമിന്റെ മക്കളെ ശപിക്കുന്നതും അബ്രഹാമിയ സന്തതികൾക്ക് വിരോധമായി സംസാരിക്കുന്നതും ശാപകാരണമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 12ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. യഹോവ അബ്രാമിനോട് അരുളിച്ചെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പൊ നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശാപത്തിന് കീഴിലാക്കും. ആരാണ് അബ്രഹാമിയ സന്തതി? ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ഇത് ഒരു ദിവസം മുഴുവൻ നിന്ന് പഠിപ്പിച്ചാണ്. കുറച്ച് നാളുകളായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിന്റെ മക്കൾ, അവരാണ് അബ്രഹാമിയ സന്തതി. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് അബ്രഹാമിയ സന്തതികൾ, ദൈവത്തിന്റെ ദാസന്മാർ. അബ്രഹാമിയ സന്തതിയെ അനുഗ്രഹിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നത്, അറിയാവുന്ന പാസ്റ്റർമാരെ എല്ലാം പേര് പറഞ്ഞവരെ അനുഗ്രഹിക്കും. എനിക്കറിയാവുന്ന ദൈവദാസന്മാരെ ഒക്കെ പേര് പറഞ്ഞ് ഞാനവരെ ബ്ലസ് ചെയ്യും. കാരണം ഇത് വാഗ്ദത്തമല്ലേ, ദൈവത്തിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. ചുമ്മാ ഇരുന്ന് പറയണം, കർത്താവെ ഞങ്ങൾ ടിനു ജോർജ് പാസ്റ്ററെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഞങ്ങൾ ജിജി മോഹൻ പാസ്റ്ററെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഞങ്ങൾ ഇന്ന ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ആ ദൈവ പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അബ്രഹാമിയ സന്തതികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇസ്രായേൽ ജനതയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കും? അബ്രഹാമിയ സന്തതി അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ഏതെങ്കിലും ദൈവദാസന്മാരെ കണ്ണീര് കുടിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ശപിക്കുകയോ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കണം, ദൈവത്തോട് ക്ഷമ ചോദിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 10ാം അധ്യായം 15ാമത്തെ വാക്യത്തിൽ ആ ശബ്ദം 2 പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് പറയരുത്. ദൈവമാണ് ഒരു ദൈവപുരുഷനെ തെരഞ്ഞെടുത്തെങ്കിൽ, എന്റെ ഭാഷ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ദൈവദാസനെ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ പിണക്കം? ടിനു പാസ്റ്ററിനെ യേശുവിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ ആ ബഹുമാനായ കർത്തൃദാസനെ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ, ബെന്നി ഹിന്നെ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ പ്രയാസം? ബില്ലി ഗ്രഹാമിനെ ദൈവത്തിന് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നാ പിണക്കം? കർത്താവിന് ആ വ്യക്തിയോട് സ്നേഹമാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ട്? അതുകൊണ്ടാണ് 1 പത്രോസിന്റെ ലേഖനം 3ാം അധ്യായത്തിന്റെ 9ാമത്തെ വാക്യത്തിൽ, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേർഡ് 9, അവിടെ ഇരുന്ന് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. മക്കളെ അനുഗ്രഹിക്കാൻ പഠിക്കണം, വാ തുറന്ന് അനുഗ്രഹിക്കണം. ദേഷ്യം വന്നാലും ആരെയും ശപിക്കരുത്. ഭയങ്കര പെയിൻ തന്നായിരിക്കും, പക്ഷെ ഒരിക്കലും നിന്റെ വായിൽ നിന്നൊരു ശാപവാക്ക് വരാൻ പാടില്ല. കാരണം ഒരു ഉറവിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടില്ല. ഒറ്റ ഉറവിൽ നിന്ന് ശാപവും അനുഗ്രഹവും ഒഴുകിയിറങ്ങില്ല. ശാപവാക്കുകൾ പറയരുത്. അതുകൊണ്ട് അബ്രഹാമിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ പഠിക്കണം. കുറ്റം പറയാനല്ല,
ഏഴാമതായി അന്യദൈവ സേവ ശാപകാരണമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അങ്ങ് വായിച്ചു. ദൈവം ഈ വചനങ്ങളൊക്കെ അരുളി ചെയ്തു. അടിമ വീടായ മിസ്രൈം ദേശം നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ളതെങ്കിലും യാതൊന്നിന്റെയും പ്രതിമ അരുത്. അവയെ യാതൊന്നിന്റെയും പ്രതിമ അരുത്. പുറപ്പാട് 20-4 വാക്യം. 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഓ ലോർഡ്, ഐ താങ്ക് യു ജീസസ്. എന്നെ പകയ്ക്കുന്നവന്റെ, എന്നെ ആരാധിക്കുന്നവന്റെ, എന്നെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാത്തവന്റെ 3 തലമുറ ശാപത്തിലേക്കും തകർച്ചയിലേക്കും പോകുമ്പോൾ, ജീവനുള്ള എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവന്റെ 1000 തലമുറ അനുഗ്രഹിക്കപ്പെടും. സന്തോഷമുള്ളവർ ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആ ജനറേഷണൽ ബ്ലെസ്സിംഗ്, ഇത് വാഗ്ദത്തമല്ലേ? ആ ജനറേഷണൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടാകും. പക്ഷെ എന്ത് ചെയ്യരുതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് സ്വർഗത്തിലുള്ളതായിരിക്കാം, ഭൂമിയിലുള്ളതായിരിക്കാം, കടലിലുള്ളതായിരിക്കാം. യാതൊന്നിന്റെയും പ്രതിമ അരുത്. അരുതെന്ന് പറഞ്ഞാൽ അരുത്. റോമൻസ് ചാപ്റ്റർ 1 വേർഡ്സ് 21-23. റോമർ 1-ന്റെ 21, 22, 23. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, ദൈവത്തെ അവർ ക്ഷയമുള്ള മനുഷ്യനാക്കി, നാൽക്കാലിയാക്കി, ഇടയാക്കിയാക്കി, അവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിലെ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. സൃഷ്ടിയല്ല നീ ആരാധിക്കേണ്ടത്, സ്രഷ്ടാവിനെയാണ്. ഈ ഭൂമിയിലെ സൃഷ്ടികളെ അല്ല നീ വണങ്ങേണ്ടത്, ഇവയൊക്കെ സൃഷ്ടിച്ചവനെയാണ്. 1 കൊരിന്ത്യർ 5:11. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ടവൻ ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ടക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത്. അങ്ങനെ ഉള്ളവരോട് ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ഭാഗം വായിച്ചേ. 1 കൊരിന്ത്യർ 6:9-10 വാക്യം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആരൊക്കെയാണ് ദൈവരാജ്യം അവകാശമാക്കാത്തത്? 9-ാം വാക്യത്തിൽ വ്യക്തമായിരിക്കുന്നു. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. 2 കൊരിന്ത്യർ 6:16. ദേവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ദൈവത്തിന്റെ ആലയങ്ങളിൽ ജീവനുള്ള ദൈവം ഇറങ്ങി വരുന്ന ആലയത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടിടത്ത് വിഗ്രഹങ്ങൾക്ക് എന്ത് യോജിത? നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിപ്പീൻ.
അങ്ങനെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഇതിൽ പ്രധാനമായിട്ട് ശാപകാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ പൈശാചിക ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട്, സാത്താന്യ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഭാവി പറയുക, ഫലം പറയുക, ഫ്യൂച്ചർ പറയുക, ഇങ്ങനെയുള്ളവരുടെയൊക്കെ അടുക്കൽ നിങ്ങൾ പോവുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറൊരാളിനെ തകർക്കാൻ ആഭിചാരങ്ങളോ മന്ത്രവാദങ്ങളോ ക്ഷുദ്രപ്രവർത്തികളോ ചെയ്യുകയോ ചെയ്യാൻ കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവോൻഭാഗ ശാപകാരണമാണ്. ഞാൻ അത്രയും പറഞ്ഞു വിടുകയാണ്. എട്ടാമത്തത് മത്സരബുദ്ധി ശാപകാരണമാണ്. അത് 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 15-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകും. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കായാലും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കായാലും നല്ലത്. 23-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നു, മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതൊരു അനുഗ്രഹമല്ല. മത്സരം ആഭിചാരം പോലെയാ. ആരോടും മത്സരിക്കരുത്. ഇന്ന് ഈ ആത്മീയ ലോകത്തിൽ ഒരുപാട് മത്സരികളെ കാണാൻ പറ്റും. കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉള്ളവരെ. അവര് കൺവെൻഷൻ ഇറക്കിയ ദൈവദാസനെ ഞങ്ങളും കൺവെൻഷൻ ഇറക്കും. കേട്ടിട്ടുണ്ടോ? അവരിറക്കിയ വർഷിപ്പ് ലീഡറിനെ എന്ത് വില കൊടുത്ത് നമ്മളും ആ വർഷിപ്പ് ലീഡറിനെ ഇറക്കും. ഇനി ഇവരൊക്കെ ഇറങ്ങാനുണ്ട് എന്നുള്ളതാ. ഏതാ നോ. അവരുടെ മീറ്റിങ്ങിന് 1000 പേര് കൂടിയെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിന് ഒരു 2000 പേരെങ്കിലും കൂടണം. എന്തിനാ? മത്സരം ആഭിചാരം പോലെയാണ്. നിനക്ക് തന്നെ നീ ആഭിചാരം ചെയ്യാണ്. വേണ്ട, കോമ്പറ്റീഷൻ വേണ്ട. വിജയിക്കില്ല, നീ പരാജയപ്പെടും. പക്ഷെ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ നീ താണിരുന്നാൽ അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും. നിനക്ക് വേണ്ടത് അവൻ നൽകിയിരിക്കും. ചേർന്ന രാമീൻ പറഞ്ഞേ, ദൈവിക അധികാരങ്ങളോട് മറുതലിപ്പ് കാണിക്കരുത്. അത് ശാപകാരണ പ്രിയപ്പെട്ടവരെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. മത്സരം പാടില്ല. ആരെയും വെല്ലുവിളിക്കരുത്. കാണിച്ചു തരാം വെല്ലുവിളികൾ. നെവർ. ആരൊക്കെ ഈ ഭൂമിയിൽ നാളെ കാണുമെന്നും ആരൊക്കെ ഈ ഭൂമിയിൽ നാളെ കാണുകയില്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആരെയും വെല്ലുവിളിക്കരുത്. കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമായിട്ടിരിക്കുക. എല്ലാരോടും സമാധാനമായിട്ടിരിക്കുക. 9-ാമത്തെ വാക്യം അല്ലെങ്കിൽ 9-ാമത്തെ പോയിന്റ് അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. 9 കാരണങ്ങളാണ്. സ്വയം പറഞ്ഞ് വരുത്തി വെക്കുന്ന ശാപങ്ങൾ. സദൃശ്യവാക്യം 18-21. സ്വയം പറഞ്ഞ് വരുത്തി വെക്കുന്ന ശാപങ്ങൾ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. അതിൽ ഇഷ്ടപ്പെടുന്നവർ നിന്റെ വാക്ക് കൊണ്ട് വാ കൊണ്ട് പറയുന്നതിന്റെ ഫലം നീ അനുഭവിക്കും. മക്കളെ ശപിക്കരുത്, കുഞ്ഞുങ്ങളെ പരാകരുത്, ഭർത്താവിനെ പരാകരുത്, ഭാര്യയെ പരാകരുത്. അധ്യാപകന്മാരോട് ഞാൻ പറയാം, ഒത്തിരി കുഞ്ഞുങ്ങൾ, യൗവനക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ പല യൂത്ത് മീറ്റിങ്ങുകൾക്കും ഞാനും ജീനായും കൂടെ അവരെ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ച അധ്യാപകൻ എന്നെ ശപിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ വലിയ സാറായിരിക്കും, പ്രിൻസിപ്പാളായിരിക്കും, വലിയ അധ്യാപകനായിരിക്കും, പക്ഷേ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പഠിച്ചില്ല, പഠിക്കാൻ ഇച്ചിരി മണ്ടനായിപ്പോയി, അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധി കുറഞ്ഞു പോയി എന്ന് കരുതി നിനക്ക് ഒരു കാലത്തും ഗതി വരത്തില്ലെന്നും നീ പൊട്ടനാടാന്നും ഒരിക്കലും കുട്ടികളെ ശപിക്കരുത്. പാടില്ല. മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശപിക്കരുത്. നിനക്ക് ഒരു കാലത്തും ഗതി വരത്തില്ല എന്ന് പറയരുത്. നീ അത് കാണേണ്ടി വരും. ഞാൻ ഏതോ മാതാപിതാക്കളോട് പറയുന്നത്, നീ അത് ജീവനോടിരുന്ന് കാണണ്ട, അനുഭവിക്കേണ്ടി വരും. പറയരുത്. അത് കാണാനാണോ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങളുടെ മക്കളുടെ നന്മയല്ലേ നിങ്ങൾക്ക് കാണേണ്ടത്? നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹമല്ലേ നിങ്ങൾക്ക് കാണേണ്ടത്? അവരുടെ നന്മയല്ലേ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടത്? അവരെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ കുഞ്ഞിന്റെ അരികിൽ ചെന്ന് അവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കാലിൽ കണ്ണുനീരിങ്ങനെ
വെള്ളം വീഴുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പം എൻ്റെ കട്ടിലിൻ്റെ പടിയിൽ ഇരുന്നുകൊണ്ട് എൻ്റെ പപ്പ പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണുനീര് എൻ്റെ കാലേ വീഴുന്നതാണ്. മക്കളെ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവരെ ശപിക്കരുത്. ദേഷ്യം വന്നാലും ശപിക്കരുത്. നിനക്ക് ഗതി വരികയല്ലടാ, ഗുണം വരികയല്ലടാ എന്ന് പറയും, മുടിഞ്ഞു പോകുകടാന്ന് പറയരുത്. നിങ്ങൾ അത് കാണാനാണോ ആഗ്രഹിക്കുന്നത്? കാരണം എന്നാന്നറിയോ, അധികാരികളുടെ വാക്കിന് അധികാരമുണ്ട്. അത് പിശാച് ഉപയോഗിക്കും. നിന്റെ മീതെയുള്ള ദൈവദാസന്റെ വായിൽ നിന്ന് ശാപവാക്ക് ഒരു കാരണവശാലും മേടിക്കരുത്. നിങ്ങളെ നടത്തുന്നവരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. വിഷമിച്ചാലും അവരാവശ്യമില്ലാത്ത പറയരുത്. ചില പാസ്റ്റർമാർക്കൊരു സ്വഭാവമുണ്ട്, എന്നോട് ക്ഷമിക്കണം, പാസ്റ്റർമാർ ഇങ്ങനെയുള്ള ശുശ്രൂഷ നിൽക്കുന്നവരോട് അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുകയോ ഒരു മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അവരുടെ സഭയിൽ നിന്ന് പോവുകയോ ചെയ്താൽ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയും, എൻ്റെ സഭയിൽ നിന്ന് പോയവൻ ഒരുത്തനും ഗതി പറയരുത്, അവൻ എവിടോ പോയി ആരാധിക്കട്ടെ. നിന്റെ കൂടെ നിന്ന കാരണം കൊണ്ട് അവൻ അവിടെ പോയി നന്മ പ്രാപിക്കട്ടെ. അടിസ്ഥാനം നിന്റെ കൂടെ എന്നല്ലേ വീണത്, അവനതില്ലെന്ന് പറഞ്ഞാലും അങ്ങനെയാ. നീ ഇട്ടുകൊടുത്ത ഫൗണ്ടേഷനിലാ ഇപ്പോഴും അവൻ നിൽക്കുന്നേ. മറന്നാലും നിന്റെ ഉള്ളം കൊണ്ട് പറയണം, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞ്, ഞാൻ ക്രിസ്തുവിൽ നയിച്ചവൻ, എൻ്റെ കൂടെ പോയി ഇല്ലെങ്കിൽ പോലും എവിടെങ്കിലും പോയി പ്രയോജനപ്പെടുന്നുണ്ടല്ലോ, അവൻ നശിച്ചു പോയില്ലല്ലോ. സ്തോത്രം. ശപിക്കരുത്, ശാപവാക്കുകൾ പറയരുത്, സ്വയം പറഞ്ഞു വരുത്തുന്ന ശാപങ്ങൾ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. ഇതെങ്ങനെയാ? ഒരു വായിൽ നിന്ന് തന്നെ ശാപവും സ്തോത്രവും പുറപ്പെടരുത്. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് നല്ലതല്ല, യോഗ്യമല്ല. ഈ വാക്യം എഴുതി വെച്ച് ഭിത്തി തൂക്കണം. ഒറ്റ വായിന്ന് തന്നെ അന്യഭാഷയും അന്യായ ഭാഷയും വരല്. ഒരു നാവിന്ന് തന്നെ അന്യഭാഷയും അന്യായ ഭാഷയും വരല്. ഒരു വായിന്ന് തന്നെ സ്തോത്രവും ശാപവും വരല്. ഇങ്ങനെ ആയിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്നും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെടുമെന്നാണ് മത്തായി 18:18 എഴുതിയിരിക്കുന്നത്. ഞാൻ 9 ശാപകാരണങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ഞാൻ 9 കാരണങ്ങൾ പറഞ്ഞു. ഇതിൽ 2 അതിലധികമായ കാരണങ്ങളിൽ നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ, ആയിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇതുവരെ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുകയോ വിശ്വാസ സ്നാനം സ്വീകരിക്കുകയോ ഇതൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. 1, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തത്, അവരെ വേദനിപ്പിച്ചത് ശാപകാരണമാണ്. 2, സാധുക്കളെ പീഡിപ്പിച്ചത്, അവരെ വേദനിപ്പിച്ചത് ശാപകാരണമാണ്. 3, തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ ശാപകാരണമാണ്. 4, കപടഭക്തിയും കപട പ്രാർത്ഥനകളും, ദൈവത്തോട് കാണിക്കുന്ന കപടഭക്തി, അഭിനയ ആത്മീയത ശാപകാരണമാണ്. 5, മോഷണം ശാപകാരണമാണ്. ദൈവത്തിന്റെ മുതൽ മോഷ്ടിക്കുന്നത് മലാക്കി 3:9-10 വാക്യങ്ങളിൽ പ്രധാനമായും ശാപകാരണമാണ്. ദശാംശം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം, അത് ചെയ്യണം, അതിനകത്ത് അനുഗ്രഹമുണ്ട്. 6, അബ്രഹാമിന്റെ മക്കളെ ശപിക്കുന്നത്, ദൈവജനത്തെ ശപിക്കുന്നത്, അവരെ പഴിക്കുന്നത്, അവരെ പരിഹസിക്കുന്നത് ശാപകാരണമാണ്. കാരണം അബ്രഹാമിന്റെ സന്തതികളെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നും ശപിക്കുന്നവൻ ശപിക്കപ്പെടുമെന്നാണ് ബൈബിൾ പറയുന്നത്.